അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പ്രാർത്ഥനയിൽ തളർന്നു പോയവരെ, പ്രത്യേകിച്ച് പ്രാർത്ഥനയിലെ ബലം നഷ്ടപ്പെട്ടു പോയവർ, അവരുടെ ജീവിതത്തിന് സങ്കടങ്ങളും ദുരിതങ്ങളും കാരണം പ്രാർത്ഥിക്കാൻ പോലും മനസ്സ് തോന്നാത്തവർക്ക് ഈ പ്രാർത്ഥന കൊണ്ട് ഞാൻ നിന്നെ ആശീർവദിക്കുന്നു. നിൻ്റെ വഴികളിലെ ദേവതരെ ഈ ആശീർവാദ സമയം നിൻ്റെ നഷ്ടപ്രതീക്ഷകൾ പൂവണിയുകയും നീ വേണ്ടെന്ന് വെച്ച് അവസാനിപ്പിച്ച എല്ലാ കാര്യങ്ങളുടെ മേൽ കർത്താവ് പുതിയ മുളകൾ നിനക്ക് മുളപ്പിച്ചു തരികയും നീ നിന്നുപോയ കാര്യങ്ങൾ
നീ വേണ്ടെന്ന് വെച്ച് തള്ളിക്കളഞ്ഞ കാര്യങ്ങളുടെ മേലെ ദൈവം നിനക്ക് പുതിയ പ്രത്യാശ നൽകാൻ വേണ്ടി ഞാൻ ആശീർവദിക്കുന്നു. പിതാപുത്രനും പരിശുദ്ധാത്മാശ്വരസ്വരം നീക്കാം. എൻ്റെ പ്രിയപ്പെട്ട ഐസയായുടെ തിരുവചനങ്ങള് 59:1. രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിന്റെ കരം കുറുകി പോയിട്ടില്ല. കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. ഈ വചനം നമ്മൾ എപ്പോഴും കേൾക്കണ വചനമാണ്, പുതിയ വചനങ്ങളല്ല. പക്ഷെ ഈ ദിവസങ്ങളിൽ ഇത് വായിച്ചപ്പോൾ ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നായി വചനം വരുന്നത് അല്ലേ? ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരം രക്ഷിക്കാനാവാത്ത വിധം കുറുകിപ്പോയിട്ടില്ലെന്ന് പറയണം. ഈ വചനം ഒരു സിദ്ധാന്തമാണെങ്കിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രയോഗത്തിൽ ഇതിൻ്റെ കേന്ദ്രമായിട്ട് മനുഷ്യൻ വന്നാൽ, അതായത് ഒരിക്കലും ദൈവത്തിനെ നിന്നെ രക്ഷിക്കാൻ പറ്റാത്ത വിധത്തിൽ നിന്റെ കണ്ടീഷൻ മോശമായി പോയിട്ടില്ല എന്ന് കൂടിയുണ്ട് അർത്ഥം. ഇപ്പോൾ ഇതൊക്കെ സാമ്പത്തികമായ കടങ്ങളുണ്ട്, അല്ലെങ്കിൽ കടുത്ത രോഗങ്ങളുണ്ടെന്ന് വിചാരിച്ചോ. പക്ഷെ നമ്മൾ ഉടമ്പടിയിലെ സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ ഓർക്കും ഇതെങ്ങനെ ചെന്ന് അവസാനിക്കുമെന്ന് നമുക്ക് തോന്നിപ്പോവും. പക്ഷെ ഏതവസ്ഥയിലും ദൈവത്തിന് വേണമെങ്കിൽ നിന്നെ രക്ഷിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? ഏതവസ്ഥയിലും ദൈവത്തിന് വേണമെങ്കിൽ നിന്നെ രക്ഷിക്കാൻ പറ്റും. പക്ഷെ ദൈവം അത് വേണമെന്ന് വെക്കണം, അതാണ് വിഷയം. ദൈവം അത് വേണമെന്ന് വെക്കണം. ദൈവം അത് വേണമെന്ന് വെക്കണമെങ്കിൽ എന്താണ്? നീ ദൈവതിരുസന്നിധിയിലെ ദൈവത്തിൻ്റെ ഒരു മനസ്സുണ്ട്. എന്താണ്? നീ ബഹുമാന്യനും പ്രിയങ്കരനുമാണ്. യെശയ്യാ 43:4. നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനും ആയതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവന് പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു. അതും ദൈവത്തിൻ്റെ ഭാഗത്തുനിന്നാണ് പറയണത്. ദൈവമാണ് പറയണത്, നീ എനിക്ക് അമൂല്യനും പ്രിയങ്കരനുമാണ്. പക്ഷെ ഇനി മനുഷ്യൻ്റെ ഭാഗത്തെന്ന് പറയുമ്പോൾ നമുക്കും തോന്നണം, എന്താണ്? ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിലമതിക്കാനാവാത്തതാണെന്ന്. അങ്ങനെ ദൈവത്തിൻ്റെ സന്നിധി വിലമതിക്കാനാവാത്തതാണ്, ഞാൻ വിലമതിക്കാനാവാത്ത ആളായിട്ട് മാറുമ്പോഴാണ് ഏതവസ്ഥയിലും ദൈവത്തിന് എന്നെ രക്ഷിക്കാൻ തോന്നുന്നത്. മനസ്സിലായില്ലേ? ഇപ്പോൾ രണ്ട് വചനങ്ങളും തമ്മിൽ ഇൻ്റർലിങ്ക്ഡാണ്. അപ്പോൾ ഏത് അവസ്ഥയിലും ദൈവത്തിന് വിലമതിക്കാനാവാത്തതായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ ദൈവത്തിരുസന്നിധിയിൽ നമ്മുടെ ജീവിതം ധന്യമായിരിക്കണം. പക്ഷെ ദൈവം ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്നത് കൊണ്ടല്ല ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ ധന്യമാകുന്നത്. ഇപ്പോൾ ലൂക്കായുടെ സുവിശേഷം ഇല്ലേ, എന്താണ്? സമ്പത്ത് കൊണ്ടല്ലല്ലോ ദൈവത്തിരുസന്നിധിയിൽ സമ്പന്നനാകണത്. ലൂക്ക 12:15. മനുഷ്യജീവിതം സമ്പത്തുകൊണ്ടല്ല ധന്യമാകുന്നത്. അപ്പൊ ദൈവം ചില കാര്യങ്ങള്, നമ്മൾ ധന്യത ഉണ്ടാകുമെന്ന് പറയുന്ന കാര്യങ്ങൾ ദൈവം അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതിന് സമ്പത്തിൻ്റെ കൂടെ കുറേ കാര്യങ്ങൾ വരും, സ്ഥാനമാനങ്ങൾ വരും. അപ്പോഴും ദൈവം പറയും, മനുഷ്യജീവിതം സ്ഥാനമാനങ്ങൾ കൊണ്ടല്ല സമ്പന്നമാകണത്. ചിലപ്പോൾ സൗന്ദര്യം വരും, അപ്പോൾ ദൈവം പറയും, മനുഷ്യജീവിതം സൗന്ദര്യം കൊണ്ടല്ല ധന്യമാകണത്. അപ്പോൾ ആ സമ്പത്തിൻ്റെ ശ്രേണിയിലുള്ള എല്ലാ ഐശ്വര്യങ്ങളും ക്യാൻസലായിപ്പോയി.
ദൈവത്തിരുസന്നിധി മൂല്യം ആകാൻ അവയ്ക്കൊന്നും പറ്റത്തില്ല. പിന്നെ എന്തിനാണ് ദൈവത്തിരുസന്നിധി മൂല്യതയുള്ളത്? ദൈവത്തെ നമ്മളെ കൊണ്ട് ആവശ്യം ഉണ്ടാകണം. ഒരാളെ കണ്ടാൽ ദൈവത്തിന് ആവശ്യം ഉണ്ടാകണം. ദൈവത്തിന് വേസ്റ്റായിട്ട് തോന്നരുത്. അതിന് ആവശ്യമുള്ളവരെയാണ് അവനെ എടുക്കണത്, അവന് ആവശ്യമുള്ളവരെ. അത് യോഹന്നാൻ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ അത് പറയുന്നുണ്ട്. അവൻ തനിക്ക് ആവശ്യമുള്ളവർ എന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ടവരെന്നാണ് കിടക്കുന്നത്. ഇഷ്ടപ്പെട്ടത് വെറുതെ ചുമ്മാ ഇഷ്ടപ്പെട്ടതാണ്. ഒരു ആവശ്യത്തിന് വേണ്ടി അവരെ അയക്കാനാണ്. എന്തിനാണ്? അതല്ലേ മാർക്കോസ് 3:13. പിന്നെ അവൻ മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. അതിന്റെ അർത്ഥം തനിക്ക് ആവശ്യമുള്ളവരെ എന്നാണ്. തനിക്ക് ആവശ്യമുള്ളവരെ. അപ്പൊ ദൈവത്തിന് ആവശ്യമുള്ള വ്യക്തിയായിട്ട് നമ്മൾ മാറണം. ആവശ്യമുള്ളവരെയാണ് അടുത്തേക്ക് വിളിക്കണത്. എന്താ കാര്യം? ആവശ്യം എന്താ? തന്നോട് കൂടെ ആയിരിക്കുന്നതിനും. അതാണ് വിഷയം. ആവശ്യം എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിന്റെ തന്നോട് കൂടെ ആയിരിക്കണം. പിന്നെ പ്രസംഗിക്കാൻ അയക്കുന്നതിനും. ആവശ്യത്തിനാണ് വിളിച്ചിരിക്കണത്. അപ്പൊ തന്നെ ഇഷ്ടപ്പെടുകയല്ല പ്രശ്നം. തനിക്ക് ആവശ്യമുള്ളവരെ തന്റെ അടുത്തേക്ക് വിളിച്ചെന്നാണ് അടുത്ത വചനം വായിക്കുമ്പോൾ ഒക്കെ മനസ്സിലാകണത്. കാര്യം എന്താ? ഇഷ്ടപ്പെട്ടിട്ട് വെറുതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ വിളിച്ചതല്ല. ഒന്ന് തൻ്റെ കൂടെ ആയിരിക്കണം. തൻ്റെ കൂടെ ആയിരിക്കണം വെച്ചാൽ നിസ്സാരമല്ല. മനസ്സുകൊണ്ട് കർത്താവിൻ്റെ കൂടെ ആയിരിക്കണം. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പം മനസ്സുകൊണ്ട് നമുക്ക് പൗരോഹിത്യം കിട്ടി. എൻ്റെ പൗരോഹിത്യം ഇന്നലെ 40 വർഷം തികഞ്ഞ്. മനസ്സുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ ഇവിടെ നിൽക്കാൻ പറ്റും. പക്ഷേ മനസ്സുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും ഉദ്ദേശത്തോടു കൂടി പൗരോഹിത്യത്തെ നോക്കിക്കാണാം. അപ്പോൾ നമ്മൾ യേശുവിൻ്റെ കൂടെ അല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ചില ഗൂഢലക്ഷ്യങ്ങളുടെ കൂടെ ആയിരിക്കും നമ്മൾ. അപ്പം അതാണ് തന്നോട് കൂടി ആയിരിക്കുക എന്ന് പറയുന്ന കാര്യം. പലരെയും നമ്മൾ നോക്കുമ്പോൾ മനുഷ്യന്മാരെ പലപ്പോഴും ദൈവത്തിൻ്റെ ആൾക്കാർ പോലും ദൈവത്തിൻ്റെ കൂടെ അല്ല ശരിക്കും. അതുകൊണ്ട് നല്ല പൊളിറ്റിക്സൊക്കെ സഭയിൽ വരണത്. ചില സമയത്തൊക്കെ എങ്കിലും പൊളിറ്റിക്സ് വരുന്നില്ലേ? അപ്പം അതിന് അവർക്ക് അവരുടെ സ്ഥാനമാനങ്ങൾ ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കളികളിലാണ് ഇവരധിക്കുന്നത്. അത് എല്ലാ മേഖലകളിലും വരും. അപ്പം തന്നോടുകൂടെ ആയിരിക്കുക എന്നുള്ളത് ഒരു വിളിയേക്കാളും ഒരു വെല്ലുവിളിയാണ് ആയിട്ട് വരും. ഒരു വെല്ലുവിളിയാണ്. അപ്പം അത് നമ്മൾ എപ്പോഴും നോക്കണം. അതായത് യേശുവിൻ്റെ കൂടെയാണെങ്കിൽ യേശു ആയിരിക്കണം അതിൻ്റെ അകത്ത് പ്രധാനമായിട്ട് വരണത്. പിന്നെന്താ രണ്ടാമത്തെ കാര്യം? തന്നോട് ആയിരിക്കാനും പിന്നെ പ്രസംഗിക്കാൻ അയക്കാനും. കാരണം സുവിശേഷം കൈമാറാൻ വേണ്ടിയാണ്. അപ്പം ഈ 2 കാര്യങ്ങളുള്ളപ്പോൾ ആൾക്കാരാണ് ദൈവതിരുസന്നിധിയിൽ മൂല്യതയുള്ള. ഇവരാണ് പ്രിയങ്കരനായിട്ട് വരണത്. അപ്പം അതുകൊണ്ട് തന്നെ ഇവർ വീണുപോയാൽ രക്ഷിക്കാനാവാത്ത വിധം ദൈവത്തിൻ്റെ കാര്യങ്ങളെ കുറുകെ പോയിട്ടില്ല. ഇത് ജനറലൈസ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് വിഷയം. അതുകൊണ്ട് നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻ ദൈവതിരുസന്നിധിയിലെ ദൈവത്തിന് പ്രയോജനമുള്ള വ്യക്തികളായിട്ട് കൺവേർട്ട് ചെയ്യുക മാത്രമേ ഉള്ളൂ. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ സാക്ഷ്യം പറയാനായി എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തിയ പരിശുദ്ധ ദേവമാതാവിനോടും തിരുക്കുമാരനോടും കോടി നന്ദി പറയുന്നു. എൻ്റെ പേര് പ്രവീണ. ഞാൻ കണ്ണൂർ ജില്ലയിൽ നിന്നാണ് വരുന്നത്. വയനാട് ജില്ലയിൽ അധ്യാപികയായി വർക്ക് ചെയ്യുകയാണ്. 2023 ഡിസംബർ 7 ഡിസംബർ 21 ആദ്യമായി ഞാൻ കൃപാസനത്തിൽ വന്ന് അന്ന് ഉടമ്പടി എടുത്തിരുന്നു. ആദ്യമായിട്ട് കൃപാസനത്തെക്കുറിച്ച് ഒരു ധാരണയുമില്ലാതെയാണ് വന്നത്. ഒരു ഫ്രണ്ട് പറഞ്ഞതനുസരിച്ച് വന്നതായിരുന്നു. പക്ഷേ ഇവിടെ എത്തി ആദ്യം കാല് കുത്തുമ്പോൾ തന്നെ ഒരു ടീച്ചർ അടുത്ത് വന്ന് പരിചയപ്പെടുകയും മുഴുവൻ സമയവും കൂടെ ഉണ്ടാവുകയും ചെയ്തു. ഉടമ്പടി കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നെങ്കിലും അമ്മയുടെ സുഗന്ധാഭിഷേകം കിട്ടിയിരുന്നു. ജപമാലയോട് ഭയങ്കരമായിട്ടുള്ള ഒരു പാഷൻ വരികയും ബൈബിളൊക്കെ വായിക്കുമ്പോൾ വ്യക്തമായി മനസ്സിലാവുകയും ഒക്കെ ചെയ്തിരുന്നെങ്കിലും
അത് കണ്ടിന്യൂ ഉടമ്പടി പുതുക്കിയില്ല. പിന്നെ 2024 ഡിസംബർ 21 കഴിഞ്ഞ വർഷം വന്ന് ഞാനും മോളും കൂടി വന്ന് ഉടമ്പടി രണ്ടാമതും എടുത്തത്. ഞാൻ അധ്യാപികയായി ജോലി ചെയ്യുന്നതിന് മുമ്പ് കോർപ്പറേഷനിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. നല്ല പോസ്റ്റിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പം അവിടുന്ന് റെസിഗ്നേഷൻ തന്നിട്ടാണ് പുതിയൊരു അധ്യാപക ജോലിയിലേക്ക് പോയത്. അതിൽ ഒരുപാട് സാമ്പത്തികമായ നഷ്ടം ഉണ്ടായിരുന്നു. അങ്ങനെ ഹൈക്കോടതിയിലൊരു കേസ് നിലവിലുണ്ടായിരുന്നു. 2019 മുതൽ കേസ് നിലവിലുണ്ടായിരുന്നു. അതുകൊണ്ട് പ്രൊബേഷനൊന്നും ഡിക്ലെയർ ചെയ്തിരുന്നില്ല. സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രയാസങ്ങളുണ്ടായിരുന്നു. ഈ കാരണങ്ങൾ ആയിരുന്നു എനിക്ക് ഉടമ്പടി എടുക്കാൻ വേണ്ടി ഒന്നാമത് വന്നത്. പിന്നെ മോളുടെ അസുഖവും അവളുടെ കോഴ്സിൻ്റെ കാര്യങ്ങളും അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. ഉടമ്പടി എടുത്തു. ഏപ്രിൽ മാസം ആകുമ്പോഴത്തേക്കും തന്നെ മാതാവ് ഞാൻ മലപ്പുറം ജില്ലയിലായിരുന്നു ആദ്യം ജോലി ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ 2 ജില്ലകളിലെയും പ്രൊബേഷൻ്റെ പേപ്പറുകൾ ശരിയാവാനുണ്ടായിരുന്നു. 1 വർഷത്തോളമായി മുടങ്ങിക്കിടക്കുന്നതായിരുന്നു. അങ്ങനെ ഓരോ ജില്ലയിലെയും പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുന്ന ഡേറ്റ് മാതാവ് പ്രാർത്ഥിക്കുമ്പോൾ കാണിച്ചു തരികയും ആ ഡേറ്റിന് തന്നെ പ്രൊബേഷൻ ഡിക്ലെയർ ആവുകയും ഏപ്രിൽ 1 ആകുമ്പോഴത്തേക്ക് എല്ലാ പേപ്പറുകളും ശരിയായി കിട്ടുകയും ചെയ്തു. മാർച്ച് മാസത്തിൽ ഞങ്ങൾ ഉടമ്പടി ആദ്യമായിട്ട് പുതുക്കാൻ വന്ന സമയത്ത് വരുമ്പം തന്നെ ഭയങ്കര അനുഗ്രഹങ്ങളായിരുന്നു. മാതാവിനോട് കണ്ണൂർ ജില്ലയിൽ നിന്ന് തന്നെ വരുന്നതായതുകൊണ്ട് ട്രെയിനിൽ തിരക്കായിരിക്കും. അപ്പം ഞങ്ങൾ പിന്നെ മാതാവിനോടത് പറഞ്ഞിരുന്നു, ഭയങ്കര ക്ഷീണിക്കും, ഇവിടെ വന്ന് ഉറങ്ങിപ്പോകും എന്നൊക്കെ ഒരു സങ്കടം പറഞ്ഞിരുന്നു. വരുമ്പം തന്നെ ഞങ്ങൾ ട്രെയിനകത്ത് നിൽക്കുമ്പോൾ അന്ധനായ ഒരു ആൾ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ കോച്ച് ട്രെയിൻ എത്തിക്കഴിഞ്ഞാൽ ഒന്ന് അവിടെ കൈപിടിച്ച് കയറ്റിത്തരാമോ എന്ന് ചോദിച്ചു. ഞങ്ങൾ 2 പേരും കൂടി അവിടെ കയറ്റി കൊടുത്തു. തൊട്ടിപ്പുറത്ത് കണ്ട കോച്ചിൽ കയറി. അപ്പോൾ അവിടെ ഇഷ്ടംപോലെ സീറ്റുണ്ടായിരുന്നു. സുഖമായിട്ട് ഇവിടെ വന്നു. ഉടമ്പടി പുതുക്കി കഴിഞ്ഞ് ആദ്യം തന്നെ ഹസ്ബൻഡിനെ വിളിച്ചപ്പം എന്നോട് പറഞ്ഞത് 1 വർഷമായിട്ട് റബ്ബറിൻ്റെ മരം കച്ചവടം ചെയ്യാൻ വേണ്ടി നടക്കുന്നുണ്ടായിരുന്നു. ആരും വന്നിട്ട് ശരിയാവുന്നുണ്ടായിരുന്നില്ല, പൈസയൊന്നും ഒക്കുന്നുണ്ടായിരുന്നില്ല. ഹസ്ബൻഡ് ആദ്യം തന്നെ പറഞ്ഞത്, രാവിലെ തന്നെ ഒരാൾ വിളിച്ചു, അഡ്വാൻസും എടുത്തിട്ട് ആണ് വന്നത്, റബ്ബർ മരം നോക്കി, അത് കച്ചവടമായി എന്നാണ് പറഞ്ഞത്. ഞാനും മോളും ഉടമ്പടിയിൽ പുതുക്കാൻ വന്നപ്പോൾ എഴുതിയത് മാതാവ് ഞങ്ങളുടെ കൂടെ വരണം എന്നായിരുന്നു. ഞങ്ങളന്ന് പോകുമ്പോൾ 4 സ്ഥലത്ത് മഴവില്ല് കണ്ടു. അമ്മ കൂടെ തന്നെ ഉണ്ടായിരുന്നു. തിരിച്ച് പിറ്റേ ദിവസം ഞങ്ങൾ 2 പേരും കൂടി സമ്പൂർണ്ണ ജപമാല ചൊല്ലിയപ്പോൾ ഒരു മെഴുകുതിരി മുഴുവൻ ഉരുകി മാതാവിൻ്റെ രൂപമായിട്ട് ഞങ്ങൾക്ക് തന്നു. അതിപ്പോഴും വീട്ടിലുണ്ട്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നിടത്തുണ്ട്. പ്രൊബേഷൻ്റെ പേപ്പറുകൾ ശരിയായി, സാമ്പത്തിക പ്രയാസങ്ങൾ കുറേ മാറിക്കിട്ടി. ഉടമ്പടി പുതുക്കിയിട്ട് പോകുമ്പോൾ ഞാനിവിടുന്ന് മാതാവിൻ്റെ ഒരു കീ ചെയിൻ വാങ്ങിച്ചിരുന്നു. മാതാവ് എപ്പോഴെങ്കിലും എനിക്ക് വണ്ടി തരുമ്പോൾ ഉപയോഗിക്കാനുള്ളതാണെന്ന് പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ കുറച്ച് പൈസ കയ്യിൽ വന്നു. അപ്പോൾ മാതാവിനോട് ഞാൻ പറഞ്ഞു, ഈ പൈസ എങ്ങനെ ചിലവാക്കണം എന്നുള്ളത് മാതാവ് തീരുമാനിച്ച് തരണം. എപ്പോഴും ഞാനാണ് തീരുമാനങ്ങൾ എടുക്കാറുള്ളത്, പലപ്പോഴും പാളി പോവാറുണ്ട്. ഇത് മാതാവ് തന്നെ ഡീൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പം വണ്ടി വാങ്ങാമെന്നുള്ളൊരു പ്ലാനിൽ മുറ്റം റെഡിയാക്കാൻ തുടങ്ങി. അത് പൈസ തികയില്ല എന്നൊക്കെ വിചാരിച്ചെങ്കിലും ആ പൈസ ഏറ്റവും നന്നായി വിനിയോഗിക്കുന്ന രീതിയിൽ മുറ്റം കെട്ടുകയും അത് സിമൻറ്റ് തേക്കുകയും ഒക്കെ ചെയ്തു. വീട് നല്ല വൃത്തിയായി. അത് കഴിഞ്ഞപ്പം ഞാൻ വണ്ടി ബുക്ക് ചെയ്യാൻ ആലോചിക്കാൻ തുടങ്ങി. മുറ്റം ഇൻ്റർലോക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു, അതിന് പൈസ തികഞ്ഞില്ല. അപ്പം മാതാവിനോട് ഞാൻ പറഞ്ഞു, വണ്ടി ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പം അവസാനം ഞാൻ നോക്കുമ്പോൾ ഞാൻ വിചാരിക്കാത്ത അത്രയും നല്ലൊരു വണ്ടി, അതും ഞാൻ ഒരിക്കലും വിചാരിക്കാത്ത ഗ്രേ കളറാണ് ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നി ഇത് മാതാവിൻ്റെ തീരുമാനമായിരുന്നല്ലോ. മാതാവിനോട് ഞാൻ പറഞ്ഞു, മാതാവാണ് എന്നെ കൊണ്ട് ഈ വണ്ടി ഈ കളറിൽ ബുക്ക് ചെയ്യിച്ചതെങ്കിൽ എനിക്ക് മുറ്റം ചെയ്യാനുള്ള പൈസ കൂടി, ഇൻ്റർലോക്ക് ചെയ്യാനുള്ള പൈസ കൂടി മാതാവ് തരണം. അത് വേറെ ഏതെങ്കിലും തരത്തിൽ തരണ്ട, വണ്ടിയുടെ ഷോറൂമിൽ നിന്ന് തന്നെ എനിക്ക് ആ പൈസ കുറച്ച് കിട്ടണം എന്ന് പറഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പുതിയൊരു വാർത്ത വന്നു, GST കുറയാൻ പോവാണ്, വണ്ടികൾക്ക് വില കുറയുന്നുണ്ട് എന്നൊരു വാർത്ത വന്നു. ഓണത്തിൻ്റെ റിഡക്ഷനും വന്നു. അങ്ങനെ ഏകദേശം 1 ലക്ഷം രൂപയോളം തന്നെ ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന വണ്ടിയിൽ കുറവ് വരികയും എനിക്ക് മുറ്റം ഇൻ്റർലോക്ക് ചെയ്യാനുള്ള പൈസ കൂടി അതിൽ നിന്ന് മാതാവ് ആക്കിത്തരികയും ചെയ്തു. അതിൻ്റെ പേപ്പറുകളെല്ലാം കുറച്ച് ഡിലേ ആയിട്ടാണ് അത്രയും നീണ്ടു പോയ അവസാനം ഈ ഒരു സമയത്ത് തന്നെ മാതാവ് എന്നെ കൊണ്ട് കറക്റ്റായിട്ട് എടുപ്പിച്ചത്. അതുപോലെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് ഒരുപാട് അസുഖങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. കണ്ണിന് സീരിയസ് ആയിട്ടുള്ളൊരു അസുഖം എനിക്കുണ്ടായിരുന്നു. അത് മുമ്പ് 2019 ഒരു പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം ഈശോ മാറ്റിത്തന്നതായിരുന്നു. പിന്നീട് കഴിഞ്ഞ മാസം പിന്നെയും അസുഖം ചെറുതായി വരാൻ തുടങ്ങി. 2-3 പ്രാവശ്യം ഡോക്ടറെ കാണിച്ചു.
പിന്നെ എനിക്ക് മതിയായി. അപ്പോൾ ഒരു ദിവസം ഹോസ്പിറ്റലിൽ പോകുന്നതിൻ്റെ തലേ ദിവസം കണ്ണിന് ഭയങ്കര ഡിസ്റ്റർബൻസ് തോന്നി. എന്തായാലും ഡോക്ടർ പറയും ഇത് പിന്നെയും കണ്ടിന്യൂ ചെയ്യണമെന്ന് പറയുന്നു മനസ്സിലായപ്പം തൈലം തൊട്ട് കണ്ണിൽ പ്രാർത്ഥിച്ചിട്ട് മാതാവിനോട് ഞാൻ പറഞ്ഞു, നാളെ ഡോക്ടർ എന്നോട് പറയണം ഇനി മരുന്നൊന്നും കണ്ടിന്യൂ ചെയ്യണ്ട, ഇത് മാറി എന്ന് പറയണം എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ആശുപത്രി പോയി കഴിഞ്ഞപ്പോൾ അതേപോലെ തന്നെ ഡോക്ടർ എന്നോട് പറഞ്ഞു മാറി, ഇനി പ്രത്യേകിച്ച് ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞു. അതുപോലെ മോൾക്ക് കിട്ടിയ സാക്ഷ്യങ്ങൾ മോള് പറയും. എൻ്റെ പേര് കൃഷ്ണ ഗൗതമി. ഞാൻ ഇതേപോലെ ഡിസംബർ 21 തീയതി 2024 ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ +2 കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്ന് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. എന്ത് കോഴ്സ് എടുക്കണം എന്നുള്ളതിനെ പറ്റി വ്യക്തമായൊരു ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ധാരണ ഇല്ലാതെയാണ് ഞാൻ എൻജിനീയറിങ്ങിൻ്റെ JEE റിപ്പീറ്റിങ്ങിന് ചേർന്നത്. അപ്പം JEE അതൊരു പകുതി ഒക്കെ ആയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, അതായത് ഇതെനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല. കാരണം കെമിസ്ട്രി ഫിസിക്സൊക്കെ എനിക്ക് ഡീൽ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അതിൻ്റെ എക്സ്ട്രീം ആങ്സൈറ്റി, അതേപോലെ കുറേ ബുദ്ധിമുട്ടുണ്ടായി, സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ വന്നു. പഠിക്കാൻ പറ്റുന്നില്ല, പഠിക്കാനുള്ള കഴിവ് പോയോ എന്ന് വരെ ഞാൻ ചിന്തിച്ചു അതിലിടക്ക്. അപ്പം അമ്മ എന്നെ കൂട്ടി കുറേ കൗൺസിലിങ്ങിനൊക്കെ പോയി. പക്ഷേ വ്യക്തമായിട്ട് പിന്നെ ഇനി എന്തെടുക്കണം എന്നുള്ളതിനെ പറ്റി ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റിയില്ല. കാരണം ഒന്നാമത് ഞാൻ ഭയങ്കര ഡൗൺ ആയിപ്പോയി. അപ്പം വേറെ ഏതൊരു കോഴ്സ് എടുക്കുന്ന സമയത്തും ഇതും ഞാൻ ഡ്രോപ്പ് ചെയ്യുമെന്നുള്ളൊരു ഒറ്റ കോൺസ്റ്റൻറ്റ് നെഗറ്റീവ് തോട്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കോഴ്സിനെ പറ്റി നോക്കിയെങ്കിലും എല്ലാത്തിൻ്റെയും എന്തെങ്കിലും നെഗറ്റീവ് ഞാൻ കണ്ടുപിടിച്ച് അത് അവോയ്ഡ് ആക്കി. ആ ടൈമിലാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അപ്പം ഉടമ്പടി എടുത്ത സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചത് ഒരു ചാപ്പലെങ്കിലും ഉള്ള, അല്ലെങ്കിൽ ഒരു പള്ളി വല്ല ഉള്ളത് ഒരു കോളേജ് വേണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അതേപോലെ എനിക്ക് പഠിക്കാൻ പറ്റിയ, എനിക്ക് ഏതാണ് കോഴ്സ് എന്ന് എനിക്ക് തന്നെ അറിയില്ലായിരുന്നു. അങ്ങനെ ഒരു നല്ലൊരു കോഴ്സും തിരഞ്ഞെടുക്കണമെന്ന് ഞാനിവിടുന്ന് പ്രാർത്ഥിച്ചു. അപ്പം ആദ്യമൊന്നും ഞാനങ്ങനെ ഭയങ്കര വിശ്വസിച്ചോ അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ല ആദ്യമായിട്ട് ഞാനിവിടെ വന്നപ്പം. പിന്നെ വീട്ടിൽ നിന്ന് പക്ഷേ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്കിങ്ങനെ എന്തൊക്കെയോ പ്രസൻസൊക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങി. ഒരു തവണ എനിക്ക് വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ സൈഡ് വേദന വരും. അപ്പം ഒരു തവണ നല്ല രീതിക്ക് വന്നു. ഞാൻ ഇങ്ങനെ ഒരു 2-3 ദിവസം ഞാൻ സ്ട്രെയിറ്റ് കിടപ്പിലായി. പിന്നെ ഭയങ്കര അതിൻ്റെയൊക്കെ ക്ഷീണത്തിൽ നിൽക്കുന്ന സമയത്ത് ഒരു തവണ എൻ്റെ അമ്മ ഒരു സൈഡിലൂടെ ഇങ്ങനെ പോകുന്നതായിട്ട് എനിക്ക് തോന്നി. ഞാൻ കിടന്നതിൻ്റെ ഇപ്പുറം അമ്മയാന്ന് വെച്ചിട്ട് ഞാൻ പിടിച്ചു വലിച്ചു. ഇത് സ്വപ്നമാണോ എന്താണെന്ന് എനിക്ക് അപ്പം മനസ്സിലായില്ല. പിന്നെ ഞാൻ അമ്മയുടെ മടിയിലാണ് കിടന്നത്. പക്ഷെ ഞാൻ ഫീൽ ചെയ്തത് ഒരു ഭയങ്കര സോഫ്റ്റ് ടെക്സ്ചറായിട്ടുള്ളൊരു തുണിയുടെ മേലെ എന്നെ ആരോ കെട്ടിപ്പിടിക്കുന്നത് പോലെ എനിക്ക് തോന്നിയത്. അമ്മ അതിനു മുന്നേ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു, തൈലം കൊണ്ട് മാതാവിനോട് ഇനി എനിക്കിത് വരരുത്, മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിച്ചിരുന്നു. അതിനുശേഷം പിന്നെ വന്നിട്ടില്ല, അത് മാറി. അങ്ങനെ പ്രസൻസൊക്കെ കിട്ടിയപ്പോൾ തന്നെ എനിക്ക് തോന്നി ഇത് വെറുതെ അല്ല എന്ന്. പിന്നെ ഞാൻ കുറേ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി. അപ്പം കുറച്ചുകൂടെ വിശ്വാസമായി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അമ്മ പറഞ്ഞു, നമുക്ക് പിറ്റത്തെ ദിവസത്തെ ഡെയിലി ബ്രെഡിന് ശേഷം ഇവർ അപ്ലോഡ് ചെയ്യുന്ന ഫസ്റ്റത്തെ സാക്ഷ്യത്തിൽ പറയുന്ന കോഴ്സ് എടുക്കാമെന്ന്. അങ്ങനെ സാക്ഷ്യം നോക്കിയ സമയത്ത് ഫസ്റ്റത്തത് എന്തോ ഒരു PG ഒക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള എക്സാമിനെ പറ്റിയായിരുന്നു. അപ്പം ഞാൻ ഇതിലും ഇല്ലേന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ സെക്കൻഡ് നിയോഗമായിട്ട് ചേച്ചി പറഞ്ഞത് ആ ചേച്ചിയുടെ അനിയൻ്റെ BBA കോഴ്സിനെ പറ്റിയിട്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ BBAനെ പറ്റി ചിന്തിച്ചത്. അങ്ങനെ അതിനെപ്പറ്റി ഒരു 1 വീക്ക് കൊണ്ട് ഞാൻ ഫൈനലൈസ് ചെയ്തു. എനിക്ക് കാര്യമായിട്ട് നെഗറ്റീവ്സ് ഒന്നും കിട്ടിയില്ല. പിന്നെ കോളേജ് അതേപോലെ സെൻറ്റ് ജോസഫ് ദേവഗിരിയിൽ ഇതേപോലെ തന്നെ നല്ലൊരു പള്ളിയുണ്ട്. അങ്ങനെ ഒരു കോളേജ് എനിക്ക് മാതാവ് തന്നെ സെലക്ട് ചെയ്ത് തന്നത്. ഒരു പ്രശ്നമില്ലാതെ സ്മൂത്തായിട്ട് അവിടേക്ക് ജോയിൻ ചെയ്യാൻ പറ്റി. ഞാൻ ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ട് വരുന്ന ഞാൻ ഈ ഒരു കോഴ്സ് എനിക്കൊരു പ്രശ്നമില്ല. ഫസ്റ്റ് സെം കഴിഞ്ഞു, അത്യാവശ്യം നല്ല മാർക്കുണ്ട്. പിന്നെ എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ അതേപോലെ ഇഷ്യൂ ഉണ്ടായിരുന്നു. അതായത് ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് ഞാൻ 2 തവണ ഞാൻ ഫെയിലായി. അതായത് ഞാൻ നല്ല രീതിക്ക് പഠിക്കുന്ന സമയത്ത് ഓടിക്കെങ്കിലും ടെസ്റ്റിൻ്റെ സമയത്ത് എന്തെങ്കിലുമൊക്കെ ടെൻഷൻ കാരണമൊക്കെ ഞാൻ എപ്പോഴും ഫെയിലായി. അപ്പം 2 മാസം ഡിഫറൻസ് വരും. അതായത് ഒരു തവണ ഫെയിലായി കഴിഞ്ഞ് ഞാൻ പിന്നെ. അപ്പം ഇത് ഇവിടെ കോഴിക്കോടാണ് ഞാൻ പഠിക്കുന്നത്. കണ്ണൂരേക്ക് പോയി ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് പറ്റുന്നില്ലായിരുന്നു. 3ാമത്തെ തവണ ഞാൻ ശരിക്കും പ്രാർത്ഥിച്ചിട്ട് പോയി. എന്നിട്ടും ഇൻഡിക്കേറ്റർ ഇടാനും വിട്ടുപോയി. അതേപോലെ ബാക്കിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ നോക്കാനൊക്കെ വിട്ടുപോയി. അങ്ങനെ അയാൾ എന്നെ പിന്നെ ഫെയിലാക്കി. അടുത്ത തവണ അറ്റൻഡ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം അത് എനിക്ക് ശരിക്കും നല്ല വിഷമമായി. കാരണം ഞാൻ അത്രയും പ്രാർത്ഥിച്ചിരുന്നു, ഇനിയും ഞാൻ വരണമല്ലോ എന്നൊക്കെ ആലോചിച്ച്.
അങ്ങനെ ഞാൻ നേരെ അന്ന് കോഴിക്കോടേക്കാണ് പോയത്. പോകുന്ന വഴി ദേവഗിരി കോളേജിൻ്റെ പള്ളി കയറി. അവിടുന്ന് ഞാനൊരു പേപ്പറിൽ മാതാവിൻ്റെ മുന്നിൽ നിന്ന് എഴുതി, എനിക്ക് ഇന്ന് 12 മണി കഴിയുന്ന മുന്നേ ഇത് ഫെയിലായി എന്ന് എനിക്കറിയാം, പക്ഷെ പാസ്സായി എന്നുള്ള മെസ്സേജ് എനിക്ക് എന്തായാലും കിട്ടണമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അതിലെഴുതി, ഇനി അഥവാ ഇല്ലെങ്കിൽ തന്നെ എനിക്ക് കുഴപ്പമില്ല, ഞാൻ മാതാവിനെ എന്തായാലും ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ എഴുതി അവിടെ വെച്ചു. പിന്നെ എനിക്ക് കോളേജിൽ ക്യാമ്പായിരുന്നു അന്ന്. അപ്പം ക്യാമ്പിൻ്റെ തിരക്കിൽ ഇതൊക്കെ മറന്നുപോയി. ലാസ്റ്റ് രാത്രി 12 മണിയായപ്പോഴാണ് ഫ്രീ ആയത്. അപ്പോഴാണ് ഫോൺ കിട്ടിയത്. അപ്പം ഫോൺ കിട്ടി ഫസ്റ്റ് ഞാൻ കണ്ട മെസ്സേജ് ഞാൻ പാസ്സായി എന്നുള്ളതായിരുന്നു. അപ്പം ഇത് എന്നിട്ടും എനിക്കപ്പോൾ വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം ഇത് കാരണം അയാൾ എന്നെ നോക്കി പറഞ്ഞത് ഇത് ഫെയിലായിന്ന്. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട്, അവൾ ഓൾറെഡി പാസ്സായതായിരുന്നു, അവളോട് ഞാൻ ചോദിച്ചു ഇത് ശരിക്കും പാസ്സാണോ എന്ന്. അപ്പോൾ അവൾ പറഞ്ഞു പാസ്സായിന്ന്. അങ്ങനെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എനിക്ക് പാസ്സാവാൻ കഴിഞ്ഞു. മോൾക്ക് 12 വയസ്സ് വരെ ഭയങ്കര ശ്വാസം മുട്ടലും അസുഖങ്ങളുണ്ടായിരുന്നു. പിന്നെ അത് മാറി കിട്ടിയതായിരുന്നു. ഉടമ്പടി എടുക്കാൻ വരുന്നതിന് കുറച്ച് മുന്നേ പിന്നെയും അലർജിയും ശ്വാസം മുട്ടലും വളരെ ശക്തമായി ഒരു പ്രാവശ്യം വന്നു. ഞാനതിൽ വളരെ വിഷമിച്ചിരുന്നു. അപ്പോൾ ഉടമ്പടിയിൽ ഞാനത് വെച്ചിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നെ ഒരിക്കലും മോൾക്ക് ആ അസുഖം ഉണ്ടായിട്ടില്ല. പൂർണ്ണമായിട്ടും മാതാവ് അത് മാറ്റിത്തന്നു. പിന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹം. എന്ത് പ്രശ്നം കൊണ്ട് രാത്രി ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാലും പിറ്റേ ദിവസത്തെ രാവിലെ പ്രാർത്ഥനയിൽ അച്ഛൻ ആ ഒരു പ്രശ്നം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടാവും. ഞാൻ വീട്ടിൽ ഒരു തൊഴുത്തും ഒരു കാർ ഷെഡും പണിയണമെന്ന് വിചാരിക്കുന്ന സമയത്ത് ഒരാഴ്ചയോളം അച്ഛൻ ഡെയിലി അത് തന്നെ ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് ഡെയിലി ബ്രെഡിൽ പറയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അങ്ങനെ തന്നെ പറഞ്ഞതുപോലെ തന്നെ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പഞ്ചായത്തിലൊരു ഓഫീസിലൊരു വില്ലേജിൽ ഒരു കടലാസ് കിട്ടണമെങ്കിലോ അല്ലെങ്കിൽ കോടതിയിൽ ഒരു കടലാസോ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അന്നത്തെ പ്രാർത്ഥനയിൽ അച്ഛൻ അത് പറയുന്നുണ്ടാവും. അത് അന്ന് തന്നെ ശരിയാവുകയും ചെയ്യും. ഭയങ്കര അനുഗ്രഹമാണ്. അതുപോലെ ബൈബിള് വായിക്കുമ്പോൾ വചനങ്ങൾ കിട്ടാറുണ്ട്. കേസിൻ്റെ കാര്യങ്ങളൊന്നും ശരിയായിട്ടില്ല, പക്ഷേ നിയോഗങ്ങൾക്ക് ഞാൻ വലിയ പ്രാധാന്യം കൊടുക്കാറില്ല. അതിനെക്കുറിച്ച് ആകുലതയുമില്ല. ജീവിതത്തിൽ ഇത്രത്തോളം സമാധാനമായിട്ട് ഇതുവരെ ജീവിച്ചില്ല. ഈ ഒരു വർഷ കാലയളവിൽ മാതാവും ഈശോയും ചെയ്തോളും, ഒന്നും ചിന്തിക്കേണ്ടതില്ല, ഏറ്റവും റിലാക്സ്ഡ് ആണ്. അതുപോലെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ജീവിതകാലം മുഴുവൻ ഈശോയുടെയും മാതാവിൻ്റെയും ഇഷ്ടത്തിനനുസരിച്ച് മാത്രം ജീവിക്കണം എന്നുള്ളതാണ്. അവർക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും ചെയ്യാനോ അവരിൽ നിന്ന് അകന്നു പോകാനോ ഒരിക്കലും ഇടയാവരുത് എന്നതാണ് പ്രാർത്ഥന. നിയോഗങ്ങൾ വെക്കുമ്പോഴും ഉടമ്പടി പുതുക്കുമ്പോഴും പ്രത്യേകിച്ച് മാതാവിൻ്റെയും ഈശോയുടെയും ഇഷ്ടം നിറവേറട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ പത്രം വിതരണം ചെയ്യുന്നത് മിക്കപ്പോഴും ഞാൻ ബസ്സിൽ പോകുമ്പോൾ അടുത്തിരിക്കുന്നവരെ പരിചയപ്പെട്ട് സംസാരിച്ച് ഇതെല്ലാം പറഞ്ഞു കൊടുത്തിട്ടാണ് കൊടുക്കാറുള്ളത്. പത്രത്തിന് ഒന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി തൈലമൊക്കെ തേച്ച് വചനമൊക്കെ എഴുതിയിട്ടാണ് കൊടുക്കുക. മിക്കപ്പോഴും പിന്നെ നമ്മൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കൈകൊണ്ട് എഴുതി അതിൽ പിൻ ചെയ്ത് വെക്കും. കാരണം ചിലരൊന്നും പ്രാർത്ഥന എന്താണെന്ന് അറിയാത്തതുകൊണ്ട് അത് കണ്ടിന്യൂ ചെയ്യാൻ അല്ലെങ്കിൽ തുടങ്ങാൻ കൂട്ടാക്കില്ല എന്നുള്ളത് കൊണ്ട് അങ്ങനെ ചെയ്യാറുണ്ട് പറ്റുന്നത്രയും. പിന്നെ ചില ഉപ്പ് വേണമെന്ന് തോന്നുന്നവർക്ക് ഉപ്പും മറ്റും കൊടുക്കാറുണ്ട്. വെറുതെ ആർക്കെങ്കിലും അങ്ങനെ കൊടുത്ത് പോവാറില്ല, പറഞ്ഞിട്ടേ കൊടുക്കാറുള്ളൂ. കാരണം റിജക്റ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ പത്രം എവിടെയെങ്കിലും ഇടുന്നതും ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. അതുപോലെ പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത് അനാഥാലയങ്ങളിൽ പോവാറുണ്ട്, പിന്നെ വൃദ്ധസദനങ്ങളിൽ പോവാറുണ്ട്, അവിടെ വേണ്ട കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ആരെങ്കിലും മുന്നിൽ കൈനീട്ടി കഴിഞ്ഞാലൊക്കെ ഭക്ഷണമാണ് വേണ്ടതെങ്കിൽ അത്, അല്ലെങ്കിൽ എന്താണ് ആവശ്യപ്പെടുന്നത് അങ്ങനെ കൊടുക്കാറുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ തന്ന മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. 2 സാമുവേൽ 22:7 കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, എൻ്റെ ദൈവത്തോട് ഞാൻ നിലവിളിച്ചു. അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു. എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി. പ്രവീണ എന്ന ഈ സഹോദരിയും മകൾ കൃഷ്ണ ഗൗതമിയും വളരെ സുന്ദരമായ അർത്ഥവത്തായ മരിയൻ ഉടമ്പടി സാക്ഷ്യമാണ് നമ്മോട് പങ്കുവെച്ചത്. ഏതാണ്ട് 12ഓളം അനുഗ്രഹങ്ങളെ അവർ ആ പറഞ്ഞ സാക്ഷ്യത്തിൽ എണ്ണി നമുക്കെടുക്കുവാൻ സാധിക്കും. ഓരോന്നും അമ്മ മാതാവ് കൃത്യമായ അടയാളങ്ങളും സാന്നിധ്യങ്ങളും കൊടുത്തുകൊണ്ട് സന്ദേശങ്ങൾ കൈമാറി നയിച്ചുകൊണ്ട് ആ ജീവിത വിഷയങ്ങൾ ഓരോന്നും പരിഹരിക്കുകയും അനുഗ്രഹമാക്കി മാറ്റുകയും ചെയ്തതാണ് ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത. ചേച്ചി അവസാനം പറഞ്ഞ് നിർത്തിയെടുത്താണ് ശരിക്കും സാക്ഷ്യത്തിൻ്റെ മർമ്മമുള്ളതും. ഞാൻ എഴുതി വെച്ച നിയോഗങ്ങളുടെ പുറകെ പോവാറില്ല. അത് എഴുതി വെച്ച് കഴിഞ്ഞാൽ അമ്മ മാതാവിനെയും ഈശോയെ ഏൽപ്പിക്കും. ഞാൻ റിലാക്സായി ഉടമ്പടി വൃത്തിയോടെ ജീവിക്കുവാൻ എന്ന് ശ്രദ്ധിച്ചിരുന്നുവെന്നാണ്.
ഒരു അക്രൈസ്തവ കുടുംബം ഏതാണ്ട് ഉടമ്പടി ആദ്യമൊന്ന് എടുത്ത് ഉഴപ്പിപ്പോയിട്ട് വീണ്ടും രണ്ടാമത് വന്ന് എടുത്ത് 1 വർഷം തികയുമ്പോൾ എത്ര കണ്ട് ഈശോയെയും അമ്മ മാതാവിനെയും അടുത്തറിയുകയും അനുഭവങ്ങളിൽ ഉൾക്കൊള്ളുകയും അനുഗ്രഹങ്ങളായി ലോകത്തോട് വെളിപ്പെടുത്തുവാൻ തക്കവിധം ജീവിതം റിച്ചാവുകയും ചെയ്തുവെന്ന് നമ്മളോട് പറയുകയാണ്. സഹോദരി സൂചിപ്പിച്ചത് ആദ്യത്തേത് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുവാനുള്ള ഹൈക്കോടതി കേസിൻ്റെ വിഷയമായിരുന്നു. സാമ്പത്തിക ഞെരുക്കങ്ങളിലേറെ ക്ലേശിച്ചപ്പോൾ അമ്മയുടെ കരങ്ങളിലേക്കാണ് അത് ഏൽപ്പിച്ചു കൊടുത്തത്. അമ്മ മാതാവ് അത് വളരെ നിസ്സാരമായി വേഗതയിൽ ക്ലേശങ്ങളെല്ലാം ഒഴിവാക്കി ആ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്ത് അതിൻ്റെ ലഭിക്കേണ്ട സാമ്പത്തികമായ എല്ലാ കാര്യങ്ങളും യാതൊരു കുറവുമില്ലാതെ അനുവദിച്ച് നൽകിയതിനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. സഹോദരി പറയുന്നുണ്ട്, അത് കിട്ടുന്നതിന് മുമ്പ് ഒരു സംഭവം ഉണ്ടായ കാര്യം. അതായത് കൃപാസനത്തിലേക്ക് ഉടമ്പടി എടുക്കാൻ വരുന്നു. കണ്ണൂരിൽ നിന്നായതുകൊണ്ട് നല്ല തിരക്കുണ്ട്. ട്രെയിനിൽ കയറുമ്പോൾ പ്രയാസമാകുമെന്നറിയാം. അമ്മയോട് പറഞ്ഞു, അമ്മയുടെ അരികിലേക്ക് വരികയാണ്, കാത്തോണമെന്ന്. ഉടനെ ഒരു വ്യക്തി, അന്ധനായൊരു വ്യക്തി അതിലേക്ക് കയറുവാൻ വേണ്ടി സഹായം ചോദിക്കുകയും അത് സഹായിച്ച് ഉള്ളിലേക്ക് കയറ്റിവിടുകയും ചെയ്തത് സൂചിപ്പിക്കുന്നുണ്ട്. സഹോദരി പറയുന്നുണ്ട്, തൊട്ടടുത്ത കമ്പാർട്ട്മെൻറ്റിൽ കയറി സ്വസ്ഥമായിരുന്ന് യാതൊരു തിരക്കോ അലച്ചിലോ ഇല്ലാതെ അമ്മ മാതാവ് ഇടം വരെ കൊണ്ടുവന്നു. അതാണ് സംരക്ഷണമെന്ന് പറയുന്നത്. അമ്മയുടെ കരങ്ങളിലേക്ക് ഒരു നിയോഗം ഏൽപ്പിച്ചു കൊടുത്താൽ അമ്മ അതിനുവേണ്ടി ആ ഏറ്റവും സാധ്യതയില്ലാത്തിടത്ത് പോലും ഒരു വഴി നമുക്ക് ഒരുക്കിത്തരും എന്ന പ്രത്യാശ. അതോടൊപ്പം നമ്മൾ സെൻസിറ്റീവായിരിക്കണം. നമ്മുടെ അതിന് തൊട്ട് മുമ്പ് ചോദിക്കുന്ന ഒരു ചെറിയ തോണ്ടലാണത്. ഒരു പ്രവൃത്തി നിനക്ക് ഒരു നല്ല പ്രവൃത്തി ചെയ്യാൻ മനസ്സുണ്ടാകുമോ? വേണമെങ്കിൽ സമയമില്ലെന്ന് പറഞ്ഞു പോകാം, അത് കേട്ടില്ലെന്ന് നടിച്ചു പോകാം, വേണമെങ്കിൽ ഒഴിവാക്കാം, ഏത് മനോഭാവം എടുക്കാം. പക്ഷേ എപ്പോഴും ഓർക്കണം, ഒരു അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നതിന് മുമ്പ് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒന്ന് തൊടാറുണ്ട്. അത് അനുഗ്രഹം സ്വീകരിക്കുവാനുള്ള ദൈവിക മനസ്സ് നമ്മളിൽ രൂപപ്പെട്ടിട്ടുണ്ടോ, ദൈവത്തിന് കൊടുക്കുന്നൊരു മനസ്സ് നമ്മളിൽ വളർന്നിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ്. അതെപ്പോഴും നമുക്ക് അനുഗ്രഹത്തിന് കാരണമായിത്തീരും. നമ്മൾ ദൈവത്തോട് കൊടുക്കുന്ന ഡിസ്പോസിഷനാണ് ദൈവത്തിൽ നിന്ന് തിരികെ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് എപ്പോഴും വേഗത നൽകുന്നത്. നമ്മൾ നമ്മുടെ കാര്യത്തിന് വേണ്ടി മാത്രം നടക്കുകയും മറ്റാരെയും പരിഗണിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ നമുക്കത് അനുഗ്രഹങ്ങൾ ലാഗ് ചെയ്യും, ചിലപ്പോൾ അത് കിട്ടാതെ പോകും. അതോടൊപ്പം സഹോദരി സൂചിപ്പിച്ചു, ഒത്തിരി തവണ മഴവില്ല് കാണുകയാണ്, നിരന്തരം മഴവില്ല് കാണുന്നു. അത് അമ്മ മാതാവിൻ്റെ പ്രസൻസാണ്, എല്ലാവരും കാണുന്നതുമല്ലത്. കാരണം അമ്മയോട് അത്ര കണ്ട് ആത്മാവിൽ യോജിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോഴാണ് അമ്മ കൂടെയുണ്ട് എന്ന ഉറപ്പ് മഴവില്ലിലൂടെ നമുക്ക് നൽകുക. അതോടൊപ്പം അത് നമ്മുടെ നിയോഗങ്ങൾക്ക് അനുഗ്രഹത്തിനുള്ള അടയാളം കൂടിയാണ്. മഴവില്ല് കാണുമ്പോൾ നമുക്ക് അതിനോടൊപ്പം തന്നെ എന്തോ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം ജീവിതത്തിലേക്ക് വരാനിരിക്കുന്നു എന്ന സൂചനയും നമുക്ക് ലഭിക്കാറുണ്ട്. സഹോദരി ചേർത്ത് പറഞ്ഞു, വാഹനത്തെക്കുറിച്ചൊരു ആലോചനയുണ്ടായിരുന്നു. പ്രൊബേഷൻ പൈസ കിട്ടുമ്പോൾ അത് എടുക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അത് അങ്ങനെ എടുക്കുവാൻ വേണ്ടി തീരുമാനിക്കുകയും വാഹനം കണ്ടെത്തുകയും ചെയ്തു. അത് അപ്പോൾ രണ്ടാമതൊരു കാര്യം കൂടി ചേർത്ത് പറയുന്നുണ്ട്, ഇത്തിരി പണം അതിൽ നിന്ന് മാറ്റി അതിൻ്റെ ടൈലൊക്കെ ഇടാൻ വേണ്ടിയുള്ള ഒരു കാര്യം കൂടി ഒരുക്കി കിട്ടിയാൽ കൊള്ളാമെന്ന്. അത് സഹോദരി സൂചിപ്പിച്ചു. അത് ആ സമയത്താണ് GST കുറഞ്ഞു. അതിൽ നിന്ന് ഇത്തിരി പണം കുറച്ച് പറഞ്ഞതിൽ നിന്ന് കുറച്ചടച്ചാൽ മതിയായിരുന്നു. വാഹനവും ഒപ്പം ആഗ്രഹിച്ച ടൈൽ വർക്കും ഒരുപോലെ ആ പ്രൊബേഷൻ എമൗണ്ടിൽ തന്നെ യാതൊരു മറ്റ് ക്ലേശവും ഇല്ലാതെ അമ്മ മാതാവ് കുടുംബത്തിന് വേണ്ടി ഒരുക്കി കൊടുത്തുവെന്ന. ഇതിങ്ങനെ കൈപിടിച്ച് നടത്തുന്നത് പോലെ അനുഗ്രഹം കൂടെ നടന്ന് കൊടുക്കുന്നതാണ് സഹോദരി സാക്ഷ്യപ്പെടുത്തിയത്. അത് പറയുന്നുണ്ട്, എൻ്റെ കൈകളിൽ വാഹനം കിട്ടിയപ്പോൾ കണ്ട കളറ് സിൽവർ ഗ്രേ ആയിരുന്നു. അമ്മയുടെ സാന്നിധ്യത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. തിരികെത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ തിരി ഉരുകിത്തിരുമ്പോൾ അമ്മയുടെ രൂപമാണ് ഞാനതിൽ കാണുന്നത്. അമ്മയുടെ സാന്നിധ്യത്തെയാണ് വീണ്ടും അത് നമ്മുടെ കരങ്ങളിലേക്ക് ഓർമ്മിപ്പിച്ച് തരുന്നത്. മോളും അതുപോലെ തന്നെയാണ് സാക്ഷ്യപ്പെടുത്തിയത്. എനിക്കൊരു കോഴ്സ് എടുക്കുവാനാവാതെ ഇങ്ങനെ ക്ലേശിച്ച് നിൽക്കുമ്പോൾ ഞാൻ അമ്മ മാതാവിനോട് ചോദിച്ചത് ഇതാണ്, നാളെ ഞാൻ കേൾക്കുന്ന ആദ്യത്തെ സാക്ഷ്യത്തിൽ ഞാൻ എന്ത് കോഴ്സ് എടുക്കണം, അതിനെക്കുറിച്ച് അമ്മ എനിക്കൊരു സൂചന തരണം. അതാണ് മകൾ പറഞ്ഞത്. അടുത്ത ദിവസം ആദ്യത്തെ സാക്ഷ്യമെടുത്ത് കേൾക്കുമ്പോൾ ആ ആദ്യം പറയുന്ന കാര്യം ഞാനുമായി ബന്ധമുള്ളതല്ല. എന്നാൽ രണ്ടാമത്തെ കാര്യം പറയുന്നത് BBA എന്നൊരു കോഴ്സായിരുന്നു. എനിക്കപ്പോഴാണ് അത് കത്തിയത്. ഞാനതെനിക്ക് പറ്റുമല്ലോ എന്ന് തോന്നി. ഞാൻ കോഴിക്കോട് ദേവഗിരിയിൽ BBA ഇന്ന് പഠിക്കുന്നുണ്ട്. അത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നുവെന്ന ഓരോ കാര്യവും
ഓരോ കാര്യത്തെക്കുറിച്ചും അവർ എന്ത് നിയോഗം പറയുമ്പോഴും കൃത്യമായി പറയും. അത് അമ്മ കൂടെ നടന്ന് ജീവിതത്തെ ഓർമ്മപ്പെടുത്തുന്നു, നയിക്കുന്നു, കൃത്യമായി അതിന് റിസൾട്ട് നൽകി, ഫലം നൽകി സഹായിക്കുന്നു. രണ്ടുപേരും പറഞ്ഞു, ഡെയിലി ബ്രെഡാണ് ജീവിതത്തിൽ എന്നും സഹായിക്കുന്നത്. എന്തെങ്കിലും ഒരു സങ്കടമുണ്ടെങ്കിൽ അടുത്ത ദിവസം രാവിലെ അച്ഛൻ്റെ പ്രാർത്ഥനയിൽ അതുണ്ടായിരിക്കും. ആ ഒരു നിയോഗം ആ പ്രാർത്ഥനയോട് ചേർത്ത് വയ്ക്കുമ്പോൾ അത് കോടതിയിലാവട്ടെ, വില്ലേജിലാവട്ടെ, ചെല്ലുന്നിടത്ത് അതിൻ്റെ രേഖ, അതിൻ്റെ കാര്യം ഞങ്ങൾക്ക് നടന്നു കിട്ടിയിരിക്കും. അതുകൊണ്ട് നിയോഗങ്ങൾ ലഭിക്കുവാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമമായിട്ടല്ല ഉടമ്പടിയെ കാണുന്നത്, മറിച്ച് അമ്മ മാതാവിനോടും ഈശോയോടും ഐക്യപ്പെട്ട് ജീവിക്കുവാൻ, വിശുദ്ധിയിൽ ജീവിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹമായിട്ട് ഉടമ്പടിയെ കാണുന്നു. ബാക്കി എല്ലാ കാര്യങ്ങളും അതിൻ്റെ അതാത് സമയങ്ങളിൽ ക്രമപ്പെടുത്തി നൽകുകയും ചെയ്യുന്നുവെന്ന്. പ്രിയമുള്ളവരെ, ഉടമ്പടിയുടെ ആത്യന്തിക ലക്ഷ്യം ദൈവത്തെ സ്വന്തമാക്കലാണ്. ദൈവത്തിൻ്റെ ഉടമസ്ഥതയിൽ നമ്മുടെ ജീവിതം മാറലാണ്. നമുക്കുള്ള ആത്മാവിനെ ദൈവത്തിന് കൊടുക്കുവാൻ പറ്റുന്ന വിധത്തിൽ ഓരോ നിമിഷവും ആത്മാവ് വിശുദ്ധിയോടുകൂടി സൂക്ഷിക്കലാണ്. മറ്റുള്ളവരോട് നമുക്ക് ലഭിക്കുന്ന ദൈവാനുഭവങ്ങളെ പങ്കുവെച്ചുകൊണ്ട് വിശ്വാസം കുറഞ്ഞവരെ വിശ്വാസത്തിലേക്ക് നയിക്കുകയും വിശ്വാസമുള്ളവരെ വിശ്വാസത്തിൽ ആഴപ്പെടുത്തുവാൻ നമ്മുടെ ജീവിതം കൊണ്ട് നിരന്തരം ശ്രദ്ധിക്കുകയുമാണ്. നമുക്കറിയാം, ഈശോ സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് ലോകത്തിന് കൊടുത്ത ഒറ്റ കൽപ്പനയേ ഉള്ളൂ, നിങ്ങൾ എല്ലാവരോടും സുവിശേഷം പ്രഘോഷിക്കുമെന്ന. നിങ്ങളെല്ലാവരോടും സുവിശേഷം പ്രഘോഷിക്കുമെന്ന. നമ്മൾ ഏറ്റവും കൂടുതൽ മടിക്കുന്നതും യേശുവിൻ്റെ ഈ മൊഴി ജീവിതത്തോട് സ്വീകരിക്കുവാനാണ്. നമ്മൾ തന്നെ സുവിശേഷം അനുസരിച്ച് ജീവിക്കുന്നില്ല. നമ്മൾ മറ്റുള്ളവരോട് സുവിശേഷം പറയുവാൻ വേണ്ടി അശക്തരുമായി തീർന്നിരിക്കുന്നു, നാണമുള്ളവരായി തീർന്നിരിക്കുന്നു, അതെന്തോ കുറച്ചിലുള്ള കാര്യമായി തീർന്നിരിക്കുന്നു. ഇത് കൃപാസനത്തിലെ മരിയൻ ഉടമ്പടി നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്ന, നമ്മളെ നിരന്തരം പരിശീലിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ദൈവത്തിൻ്റെ പ്രേക്ഷിതരായി ലോകം നിങ്ങൾക്ക് എന്ത് വെച്ചു നീട്ടിയാലും അതിന് അവസാനമുണ്ട്, അതിന് പരിമിതിയുണ്ട്, അതിന് കുറവുകളുണ്ട്. അത് അല്പകാലത്തെ സന്തോഷത്തിനും നേട്ടത്തിനു ശേഷം വിട്ടുപോകുന്നതാവും. ക്രിസ്തുവിനെ സ്വന്തമാക്കിയാൽ അത് ജീവിതത്തിൻ്റെ ഏതവസ്ഥയിലും നിങ്ങൾക്ക് അനുഗ്രഹം, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് സന്തോഷം, കൈമോശം വരാതെ നിലനിൽക്കുവാൻ നിങ്ങളെ സഹായിക്കുമെന്നാണ്. അതുകൊണ്ട് ഉടമ്പടി എടുക്കുന്നത് നമ്മൾ എപ്പോഴും ഓർക്കണം, കാര്യം നേടുവാൻ വേണ്ടിയല്ല, മറിച്ച് ഇതിൻ്റെയൊക്കെ ഉടയവനായ കർത്താവിനെ ജീവിതത്തോട് ചേർത്ത് പിടിച്ച് അവനെ നഷ്ടപ്പെടാതെ ജീവിക്കുവാൻ വേണ്ടിയാണ് നാം ഉടമ്പടിയിൽ ഓരോ ദിവസവും ശ്രദ്ധിക്കേണ്ടതും അതിനുവേണ്ടിയാണ് നാം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കേണ്ടതും. ഈ കുടുംബത്തിന് അമ്മ മാതാവിലൂടെ ഈശോയുടെ ലഭിച്ച നിരവധിയായ അനുഗ്രഹങ്ങൾക്ക്, ആത്മീയ ബോധ്യങ്ങൾക്ക്, ദൈവ സാന്നിധ്യത്തിന് എല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് കൃപാസന അൾത്താരയിൽ ഈ സാക്ഷ്യം പറയാൻ അവസരം ലഭിച്ചതിന് മാതാവിനും തിരുകുമാരനും കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം തുടങ്ങുന്നു. എൻ്റെ പേര് ഐശ്വര്യ. ഞാൻ കരുനാഗപ്പള്ളിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ബിടെക് കഴിഞ്ഞത് 2012 അതിനുശേഷം ഞാൻ ഒരുപാട് എക്സാമുകൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ എനിക്കൊന്നുപോലും വിജയിക്കാനായിട്ടില്ല. പല എക്സാമുകളുടെയും പിന്നീട് വന്ന പ്രിലിംസുകൾ കാര്യങ്ങളൊക്കെ ഞാൻ ക്ലിയർ ആവുന്നുണ്ട്. പക്ഷേ മെയിൻസിനൊന്നും എനിക്ക് വേണ്ട രീതിയിൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യാനോ അത് ക്ലിയർ ആക്കാനോ എനിക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് ഒരു ജോലിയില്ലാത്ത വിഷമം എന്നെ 2012-13 സമയം തൊട്ടേ എന്നെ നല്ല രീതിയിൽ ബാധിച്ചിരുന്നു. എനിക്ക് 2 മക്കളുണ്ട്. അപ്പോൾ അവരെയും വെച്ചിട്ട് എനിക്ക് പഠിക്കാനും നല്ല പ്രയാസമായിരുന്നു. അതിൻ്റെ കൂടെ ഞാൻ എങ്ങനെയെങ്കിലും പ്രിപ്പയർ ചെയ്യുമ്പം എനിക്ക് എക്സാമുകളൊന്നും വേണ്ട രീതിയിൽ എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. ടെക്നിക്കൽ ഫീൽഡിൽ എക്സാമിന് എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ തന്നെ എനിക്ക് പേടിയായിരുന്നു. പക്ഷേ എൻ്റെ മനസ്സിൽ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ടെക്നിക്കൽ ഫീൽഡിൽ തന്നെ എനിക്കൊരു ജോലി വേണം എന്നുള്ളത്. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഞാനൊരു കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൽ ഒരു ഇൻഡസ്ട്രിയൽ വിസിറ്റ് ആയിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അവിടെ ജോലി ലഭിക്കുന്നത് എനിക്കൊരു ആഗ്രഹമായിട്ട് അന്ന് മുതലേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയം തൊട്ടേ. പക്ഷേ ഒരുപാട് മാർക്ക് വേണം അവിടെ ഒരു ജോലിയൊക്കെ ലഭിക്കുന്നതിന്. അതുകൊണ്ട് എന്നെക്കൊണ്ട് ഒരിക്കലും സാധിക്കത്തില്ലെന്ന് അന്നേ എനിക്ക് അറിയായിരുന്നു. എങ്കിലും എൻ്റെ ഉള്ളിൽ എവിടേക്കോ ഉണ്ടായിരുന്നു. പലപ്പോഴും പല എക്സാമുകൾ പ്രിപ്പയർ ചെയ്യുമ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അവിടെ കിട്ടിയാൽ കൊള്ളാം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു.
എങ്കിലും ഞാൻ സർക്കാർ ജോലിക്കാണ് കൂടുതലും പഠിച്ചിരുന്നത്. അങ്ങനെ പല എക്സാമുകളും കിട്ടാതായപ്പോഴത്തേക്കും ഞാൻ സത്യം പറഞ്ഞാൽ മെൻ്റലി ഞാൻ ഒരുപാട് ഡിപ്രഷനിലോട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. മക്കളെയും കൊണ്ട് ഇനി എനിക്കൊരു ജോലി ലഭിക്കത്തില്ല എന്ന് ഞാൻ ഞാൻ വിചാരിച്ചിരുന്നു. ഇനിയിപ്പോൾ എന്തെങ്കിലും വീട്ടിലിരുന്നൊക്കെയുള്ള ജോലികൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാം, ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ ചെയ്യാം എന്നൊക്കെ ഞാൻ കരുതിയിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് ഓരോ തവണയും മറ്റ് ബിസിനസ്സിൽ എന്തെങ്കിലും ഏർപ്പെടാനായിട്ട് നിർബന്ധിച്ചിരുന്നു. കാരണം സാമ്പത്തിക പ്രതിസന്ധി ഞങ്ങളെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പുറത്താരെയും അറിയിക്കാൻ പറ്റാതെ ഞങ്ങൾ തന്നെ അത് കുഴപ്പമില്ല, ഇനി നെക്സ്റ്റ് ടൈം നോക്കാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഈ ഒരു തവണയും കൂടെ ഞാൻ എക്സാം എഴുതട്ടെ എന്നുള്ള രീതിയിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഒരിക്കൽ 2022 മൊബൈലിൽ ഇങ്ങനെ ഞാൻ എന്തോ വീഡിയോകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ കൃപാസനത്തിൻ്റെ ഈ വീഡിയോയും സാക്ഷ്യവും ഞാൻ കാണാനിടയായത്. അങ്ങനെ ഞാൻ കൂടുതൽ ഇതിനെപ്പറ്റി സെർച്ച് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥനയും മറ്റു കാര്യങ്ങളും ഉണ്ടെന്നും അതുപോലെ ഇവിടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിൻ്റേതായ ഒരു വ്യത്യാസം നമുക്കുണ്ടാവും, എന്തൊക്കെയോ ആഗ്രഹങ്ങളൊക്കെ പലർക്കും സാധിച്ചു എന്നുള്ളതൊക്കെ എനിക്ക് യൂട്യൂബ് വീഡിയോയിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. അങ്ങനെ ഞാനിത് ഓൺലൈനായിട്ട് ഉടമ്പടി എടുക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ സെർച്ച് ചെയ്തിട്ട് ഞാൻ അങ്ങനെ ഓൺലൈൻ ഉടമ്പടി എടുത്തിരുന്നു. പക്ഷേ ഓൺലൈൻ ഉടമ്പടി എനിക്ക് വേണ്ട രീതിയിൽ അങ്ങോട്ട് പാലിക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഞാൻ ആ സമയത്ത് വയനാടായിരുന്നു ഹസ്ബൻഡിൻ്റെ കൂടെ താമസിച്ചിരുന്നത് ഫാമിലിയായിട്ട്. അപ്പോൾ അവധി സമയത്തൊക്കെ ആയിരുന്നു ഞങ്ങൾ നാട്ടിലേക്ക് വരുന്നത്. എനിക്ക് അവധി സമയത്ത് നാട്ടിലേക്ക് വരുമ്പോൾ പോലും എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ആളുകളെയൊക്കെ ഫേസ് ചെയ്യാനായിട്ട്. കാരണം ഞാൻ ബിടെക് വരെ പഠിച്ചിട്ട് ഡിപ്ലോമ, ബിടെക്, പിന്നെ ബേസിക് ക്വാളിഫിക്കേഷൻ ടെക്നിക്കൽ സ്കൂളായിരുന്നു. ടെക്നിക്കൽ ഫീൽഡിൽ നിന്ന് ഇത്രത്തോളം എത്തിയിട്ടും ഒരു ജോലി ഇതുവരെ ആയിട്ടില്ലല്ലോ, PSC പ്രിപ്പയർ ചെയ്തു, അതിനും ഒന്നും ശരിയായിട്ടില്ലല്ലോ എന്നുള്ള എനിക്ക് കുറ്റബോധം നല്ല രീതിയിലുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ആളുകളെ ഫേസ് ചെയ്യാൻ തന്നെ. അങ്ങനെ ഇരിക്കുമ്പോൾ 2022 ഇനിയിപ്പോൾ ഓൺലൈൻ ഉടമ്പടി എനിക്ക് എന്തായാലും അത് പാലിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നേരിട്ട് വന്ന് തന്നെ ഉടമ്പടി എടുക്കാമെന്ന് ഞാനങ്ങ് തീരുമാനിച്ചു. അങ്ങനെ ചെറിയ മോനെയും കൊണ്ട്, ഇളയ ആളിനെയും കൊണ്ട് അന്ന് കൈക്കുഞ്ഞായിട്ടിരിക്കുന്ന സമയത്തായിരുന്നു 2022 ഡിസംബർ 29 ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാനായിട്ട് ഇവിടെ വന്നിരുന്നു. ഇവിടെ 1-2 ചേച്ചിമാരൊക്കെ ആയിരുന്നു എൻ്റെ ബാഗും മറ്റ് സാധനങ്ങളും ഒക്കെ കുഞ്ഞുള്ളതുകൊണ്ട് എനിക്ക് പിടിച്ചിരുന്നത്. ഞാൻ അവിടെ മുകളിൽ ഫസ്റ്റ് ഫ്ലോറിൽ നിന്നിട്ട് ഭയങ്കര പാടുപെട്ട് ഞാൻ നിന്നിട്ടാണ് അവനെയും കൊണ്ട് ഞാൻ ആ കൗൺസിലിംഗ് ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്തത്. അന്ന് തൊട്ടേ ഞാൻ ഉടമ്പടിയിലെടുത്തു. 2022 ഡിസംബർ 29 ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തു. അതിനുശേഷം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ഉടമ്പടിയിൽ തന്നെ നിൽക്കാനായിട്ടും നാട്ടിലേക്ക് വരുമ്പോൾ തന്നെ ഞാൻ പുതുക്കാനായിട്ടും നാട്ടിലേക്ക് വരുമ്പോഴെല്ലാം ഇവിടെ വന്നു പോകാനും ഉടമ്പടി പുതുക്കാനായിട്ടും ഞാൻ ശ്രമിച്ചിരുന്നു. പത്രങ്ങൾ ഞാൻ ഒരുപാട് സ്ഥലത്തായിട്ട് കൊണ്ടു കൊടുത്തു. പല സ്ഥലത്തു നിന്നും നമുക്ക് നല്ല രീതിയിലുള്ള ഒരു റെസ്പോൺസ് ഒന്നും കിട്ടിയിരുന്നില്ലെങ്കിൽ പോലും ഞാൻ എന്തായാലും ഇതിൽ തന്നെ തുടരാനായിട്ട് ഞാൻ തീരുമാനിച്ചിരുന്നു. കാരണം എൻ്റെ ചെറുപ്പം മുതലേ എനിക്ക് മാതാവിനെയും തിരുകുമാരനെയും ഒരുപാട് ഇഷ്ടമാണ്. അപ്പം മാതാവിൻ്റെ ആ ഒരു വാത്സല്യമൊക്കെ എനിക്ക് ചെറിയ രീതിയിൽ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. എനിക്ക് ആ ഒരു കാര്യങ്ങളെല്ലാം, പ്രാർത്ഥനകളും മറ്റ് ജപമാല പ്രാർത്ഥനകളും അതുപോലെ തന്നെ ഒരുപാട് ഗാനങ്ങളും ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതൊക്കെ എനിക്ക് കുറേയൊക്കെ അറിയായിരുന്നു. ബൈബിള് ഞാൻ റീഡ് ചെയ്യാൻ എനിക്ക് അറിയത്തില്ല, പക്ഷേ ഞാനിങ്ങനെ കേട്ടിട്ടൊക്കെ ഉണ്ട്. പലരും ഫ്രണ്ട്സൊക്കെ വായിക്കുന്നതൊക്കെ ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ എന്തായാലും ഉടമ്പടിയിൽ അങ്ങനെ കഴിഞ്ഞു പോയ സമയത്ത് ഞാൻ ഈ കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൽ ഞാൻ ഇൻഡസ്ട്രിയൽ വിസിറ്റ് ചെയ്ത് പണ്ട് ഞാൻ മനസ്സിൽ ഓർത്ത അതേ കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിലേക്ക് ഞാൻ ഒരു കോൺട്രാക്റ്റ് ബേസിൽ ഒരു എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്തിരുന്നു. ബയോഡേറ്റ കൊടുത്തിട്ട് ഞാൻ അങ്ങനെ എക്സാം അപ്ലൈ ചെയ്തിരുന്നു. അതിൻ്റെ റിട്ടൺ എക്സാമിനും ഇൻ്റർവ്യൂവിനുമായിട്ട് കോൺട്രാക്റ്റ് ആണെങ്കിൽ പോലും അവർ റിട്ടണും ഇൻ്റർവ്യൂവും നടത്തി തന്നെ എടുക്കത്തോളം എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ ഞാൻ വയനാട് നിൽക്കുന്ന സമയത്ത് എനിക്ക് മെയിൽ വഴി റിട്ടൺ എക്സാം ഉണ്ട്, അന്നേ ദിവസം തന്നെ ഇൻ്റർവ്യൂ ഉണ്ടെന്ന് എനിക്ക് മെയിൽ വഴി സാർ എന്നെ അറിയിച്ചു. അങ്ങനെ ഞാൻ ഒരുപാട് പേടിച്ചിട്ടാണ് ഞാൻ ആ റിട്ടൺ എക്സാം പോയത്. കാരണം നല്ല ടഫായിരുന്നു. കോൺട്രാക്റ്റ് ആണെങ്കിൽ പോലും ശരിക്കും ഒരു പെർമനൻറ്റ് ജോബിൻ്റെ അതേ ടഫോട് കൂടിയായിരുന്നു എനിക്ക് ആ എക്സാം. ഞാൻ ഉടമ്പടി വസ്തുക്കളായ ഉപ്പും തൈലവും അമ്മയുടെ കാശുരൂപവും ഞാൻ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരുപാട് വിഷമിച്ച് ഞാൻ വയനാട് നിന്ന് വന്ന് തിരുവനന്തപുരത്ത് വന്നിട്ടാണ് ഞാൻ ആ എക്സാം അറ്റൻഡ് ചെയ്തത്. ഞാൻ ഒറ്റയ്ക്കാണ് ആ എക്സാമിന് വന്നത്. എക്സാമിന് വന്നപ്പോൾ എനിക്ക് ഒരുപാട് പ്രതിസന്ധികളുണ്ടായിരുന്നു. എനിക്ക് നല്ല രീതിയിൽ ജലദോഷവും പനി
പനിയും ശരീരവേദനയും അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ എന്നെ അലട്ടിയെങ്കിലും ഞാൻ മാതാവ് എനിക്ക് തരും, അല്ലെങ്കിൽ മാതാവ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു ജോലി എനിക്ക് ലഭിക്കുമായിരിക്കും എന്ന പ്രതീക്ഷയിൽ തന്നെ ഞാൻ എക്സാം വന്ന് അറ്റൻഡ് ചെയ്തു. എക്സാം കഴിഞ്ഞ് നല്ല ടഫായതുകൊണ്ട് ദൈവമേ ഞാൻ ഇപ്പം തന്നെ തിരിച്ചു കൊണ്ട് വരുമോ എന്നൊരു പേടി എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷേ 1.5 മണിക്കൂറിന് ശേഷം തന്നെ ആ 10 പേര് എക്സാം, ഞാൻ ഉൾപ്പെടെ 10 പേര് എക്സാം എഴുതിയതിൽ 5 പേരെ സാറ് വിളിച്ചു. അതിൽ ആദ്യത്തെ കോൾ എനിക്കായിരുന്നു. നിങ്ങൾ റിട്ടേൺ എക്സാം ക്ലിയർ ആയി, ഇനി ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്തു, 1 മണിക്കൂറിനകം ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. എനിക്ക് എന്താ ചെയ്യേണ്ടത്, ഇൻ്റർവ്യൂവിന് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. കാരണം ഞാൻ അത്രയും പാടായിട്ട് ഒരു എക്സാമും ഇതുവരെ എഴുതിയിട്ടില്ല, പ്രത്യേകിച്ച് ടെക്നിക്കൽ ഫീൽഡ്. ഞാൻ 2012 കോഴ്സ് കഴിഞ്ഞിട്ട് ഈ 12 വർഷത്തിന് ശേഷമാണ് ഞാൻ ഈ ഒരു ടെക്നിക്കൽ ഫീൽഡിലേക്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നത്. വേണ്ട രീതിയിലുള്ള പ്രിപ്പറേഷനൊന്നും പറ്റുന്നില്ലെങ്കിലും ഞാൻ മാതാവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇൻ്റർവ്യൂ എന്തായാലും അറ്റൻഡ് ചെയ്യാമെന്നുള്ള ധാരണയിലെത്തി. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ കഴിഞ്ഞു. ഞങ്ങൾ 10 പേരിൽ 5 പേര്, ഞാൻ ഉൾപ്പെടെ 5 പേര് ഷോർട്ട് ലിസ്റ്റായി. അതിൽ അന്നേ ദിവസം തന്നെ ഞങ്ങൾ ഈ 5 പേര് ഷോർട്ട് ലിസ്റ്റിൽ ഒരാളെ അന്ന് തന്നെ എടുത്തിരുന്നു. എങ്കിലും ആ ഒരാളെ എടുത്തതിൽ ഞാനില്ല എന്നുള്ളതാണെങ്കിൽ പോലും എനിക്ക് അങ്ങനെ ഒരു സങ്കടമൊന്നും ഫീൽ ചെയ്തില്ല. കാരണം മാതാവിൻ്റെ അടുത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, മാതാവിന് ഇഷ്ടമാണെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും ആ ഒരു ജോലി എനിക്ക് ലഭിക്കുമെന്നുള്ള, എന്നെങ്കിലായാലും എനിക്കത് ലഭിക്കും എന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ മാസങ്ങളൊക്കെ കടന്നുപോയി. പക്ഷെ ജോലിയുടെ കാര്യങ്ങളിലൊന്നും പ്രത്യേകിച്ച് ഒരു നീക്കുപോക്കൊന്നും ആയില്ല. അവിടെ പ്രത്യേകിച്ച് വേക്കൻസി ഒന്നും പുതിയതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വേക്കൻസിന് 5 വേക്കൻസിയിൽ 4 വേക്കൻസി ഉണ്ടെങ്കിലേ എനിക്കും കൂടെ ഒക്കെ കിട്ടത്തുള്ളൂ. അപ്പം ലിസ്റ്റിൽ എത്രാമതാണെന്നും എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പം അങ്ങനെ ഇരുന്ന് മാസങ്ങൾ കടന്നുപോയി. പിന്നീട് ഞാനൊരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ തന്നെ ടെക്നിക്കൽ ഫീൽഡിലേക്ക് വീണ്ടും ഞാൻ അപ്ലൈ ചെയ്യാനായിട്ട് ഞാൻ ബയോഡേറ്റ കൊടുത്തിരുന്നു. അങ്ങനെ ഈ ഒക്ടോബറിൽ സ്ഥാപനത്തിലേക്ക്, ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ നിന്ന് എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചിരുന്നു. തൊട്ട് തലേ ദിവസമായിരുന്നു വിളിച്ചിരുന്നത്. അന്ന് ഞാൻ വയനാട് തന്നെയായിരുന്നു. ഞാൻ എക്സാം എങ്ങനെ അറ്റൻഡ് ചെയ്യും ഒന്നും എനിക്കറിയത്തില്ല. ഞാൻ രണ്ടും കൽപ്പിച്ച് മാതാവിനെയും വിളിച്ചിട്ട് ഞാൻ അന്ന് രാത്രി തന്നെ ബസ്സിൽ കയറിയിട്ട് ഞാനിവിടെ 10 മണിക്ക് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തു. ഇൻ്റർവ്യൂ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഇൻ്റർവ്യൂ ക്ലിയർ ആയിട്ട് ഞാൻ ഒക്ടോബർ 13 ആ പ്രൈവറ്റ് സ്ഥാപനത്തിലേക്ക് ടെക്നിക്കൽ ഫീൽഡിൽ പ്രൊഡക്ഷൻ അസിസ്റ്റൻ്റായിട്ട് നല്ലൊരു ജോലി തന്ന് എനിക്ക് മാതാവ് എന്നെ അനുഗ്രഹിച്ചു. പക്ഷേ എനിക്ക് ആ ജോലി ലഭിച്ചെങ്കിലും എനിക്ക് ആ ജോലിക്ക് വരാനായിട്ട് ഒരുപാട് തടസ്സങ്ങളും ഒരുപാട് പ്രതിസന്ധികളും മാനസികമായിട്ട് എന്നെ ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്നു. എങ്കിലും ഞാൻ അത്രത്തോളം മാതാവിനെ വിളിച്ചിട്ട് എനിക്ക് മാതാവ് തന്ന ജോലി ആയതുകൊണ്ട് ഞാൻ സന്തോഷത്തോടുകൂടി ആ ടെക്നിക്കൽ ഫീൽഡിൽ ആ ജോലി ചെയ്യാനായിട്ട് ഞാൻ സന്തോഷത്തോടെ പോയി വന്നു. ഞാൻ 2 വീലറിലും ട്രെയിനിലും ബസ്സിലുമായിട്ടാണ് ഞാൻ ആ ജോലിക്ക് എത്തിയിരുന്നതും തിരിച്ചു പോയിരുന്നതും. അങ്ങനെ ഇരിക്കെ ഒരു 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആദ്യം അപ്ലൈ ചെയ്ത കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൽ നിന്ന് ആ കോൺട്രാക്റ്റ് ബേസിസിലുള്ള എക്സാമിന് ഞാൻ നേരത്തെ അപ്ലൈ ചെയ്ത അതേ റിട്ടേൺ എക്സാം ഇൻ്റർവ്യൂവും കഴിഞ്ഞതിൽ 2ാമത്തെ വേക്കൻസി വന്ന് എന്നെയാണ് വിളിച്ചത്. അപ്പം ആ ജോലിയിലേക്ക് ഞാൻ നാളെയാണ് ജോയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഈ 12 വർഷത്തിന് ശേഷം ഈ ഒരു ടെക്നിക്കൽ ഫീൽഡിൽ എൻ്റെ മെറിറ്റ് കൊണ്ട് ഒരിക്കലും എനിക്ക് ആ ജോലി ലഭിക്കുന്നതല്ലായിരുന്നു. ഞാൻ മാതാവിനെ ചേർത്ത് പിടിച്ച് തൈലവും അതുപോലെ തന്നെ ഉടമ്പടി ഉപ്പിൻ്റെയും അമ്മയുടെ കാശുരൂപത്തിൻ്റെയും ബലത്തിൽ ഞാൻ നാളത്തെ ആ ഒരു ജോലിക്ക് ഞാൻ ജോയിൻ ചെയ്യുകയാണ്. അതിനു മുമ്പായിട്ട് മാതാവിൻ്റെ അടുത്തും തിരുകുമാരൻ്റെ അടുത്തും നന്ദി പറയാനും ഈ സാക്ഷ്യം പറയാനുമായിട്ടാണ് ഞാനിവിടെ വന്നത്. അതുപോലെ തന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ടും കാരുണ്യ പ്രവൃത്തികളായിട്ടും ഞാൻ എന്നെക്കൊണ്ടാവുന്ന വിധം ഞാൻ വഴിയിലൊക്കെ ഇരിക്കുന്നവർക്ക് ഞാൻ ഫുഡ് കൊടുക്കാറുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന വിധം ഞാൻ ഫുഡ് കൊടുക്കാറുണ്ട്. അനാഥാലയത്തിൽ ഫുഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ വൃദ്ധസദനത്തിൽ ഞാൻ വേലകൾ ചെയ്തിട്ടുണ്ട്. ഒരുപാടൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല, എങ്കിലും അത്യാവശ്യം ഒക്കെ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആത്മീയമായിട്ട് എനിക്ക് ഒരുപാട് വളരാൻ സാധിച്ചു. അത് എനിക്ക് മാനസികമായിട്ട് ഒരുപാട് സന്തോഷം തരുന്നതായിരുന്നു. ബൈബിൾ റീഡിങ് എനിക്ക് നേരത്തെ അറിയില്ലായിരുന്നു, അതെനിക്ക് സാധിച്ചു. എനിക്കൊരു ബൈബിള് എനിക്ക് അങ്ങനെ കിട്ടിയായിരുന്നു വായിക്കാനായിട്ട്. അതുപോലെ വചനങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കാൻ പല വചനങ്ങളും എനിക്കറിയായിരുന്നു. ഞാൻ എപ്പോഴും ചൊല്ലി പ്രാർത്ഥിക്കുന്നതും പിന്നെ ആയിട്ടുള്ള വചനം ഉണ്ടായിരുന്നു. ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുക എന്നുള്ള വചനം ഞാൻ എപ്പോഴും ചൊല്ലുമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ മാതാവിൻ്റെ നമ്മുടെ ഡെയിലി ബ്രെഡ് പ്രെയർ ഞാൻ മുടക്കാതെ തന്നെ ചൊല്ലുമായിരുന്നു. മോൾ ആ സമയത്ത് ഉറങ്ങിക്കിടക്കുമായിരിക്കും, എൻ്റെ മക്കൾ ഉറങ്ങിക്കിടക്കുമായിരിക്കും, എങ്കിലും ഞാൻ ആ തൈലം തൊട്ട് അവർക്കും കുരിശ് വരച്ച് ഞാനും പ്രാർത്ഥിക്കാറുണ്ട്. ഈ ഒരു സാക്ഷ്യം എനിക്കിവിടെ പറയാൻ ലഭിച്ചതിന് കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ.
നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 24-ാം തിരുവചനമാണിത്. ഐശ്വര്യ എന്ന മകളുടെ സാക്ഷ്യത്തിൽ നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നത് പ്രാർത്ഥനയും വിശ്വാസവും തമ്മിലുള്ള ശക്തമായ ഒരു ബന്ധമാണ്. നാം അപേക്ഷിക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ കഴിവുള്ള ഒരു ദൈവമാണ് നമ്മുടേതെന്ന് ഉള്ള വിശ്വാസമാണ് നമുക്കുള്ളത്. ചിലപ്പോൾ സമയമെടുക്കുമെങ്കിലും ദൈവത്തിൻ്റെ ഇഷ്ടത്തിനാണെങ്കിൽ ദൈവം അത് നിശ്ചയമായും നിറവേറ്റിത്തരും എന്നതാണ് ഉടമ്പടി മക്കൾക്ക് പ്രത്യാശ വയ്ക്കാവുന്ന ഒരു കാര്യം. മകൾ ഐശ്വര്യ പറഞ്ഞ സാക്ഷ്യത്തിൽ 12 വർഷത്തെ ഗ്യാപ്പാണ് കരിയറിലുണ്ടായിരുന്നത്. ഇൻ്റർവ്യൂ ചെയ്യുന്ന കാര്യം പറഞ്ഞു. ഇൻ്റർവ്യൂവിന് പോയി നല്ലതുപോലെ പ്രാർത്ഥിച്ചു. ആദ്യത്തെ ഇൻ്റർവ്യൂവിൽ സെലക്ഷനായില്ല. ഒരാൾ മാത്രമാണ് 10 പേരിൽ സെലക്ഷനായത്. പിന്നീട് കർത്താവ് ഒരു വഴിയൊരുക്കി കൊടുത്തു. ഈ മകൾക്ക് വേറൊരു ജോലി കൊടുത്തു. അന്നേരം ഈ മകൾ പറഞ്ഞത്, മാതാവിൻ്റെ ഇഷ്ടമാകട്ടെ, ഈശോയുടെ ഇഷ്ടമനുസരിച്ചാകട്ടെ. പിന്നീടാണ് വീണ്ടും ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിലേക്ക് ടെക്നിക്കൽ ഫീൽഡ് കോൺട്രാക്ട് സ്റ്റാഫായിട്ട് ഈ മകൾക്ക് ജോലി നൽകി ഈശോയും മാതാവും അനുഗ്രഹിച്ചത്. പല കാര്യങ്ങളും നമ്മൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ, പ്രത്യാശയോടെ വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയും അമ്മയും നമ്മുടെ കൂടെ ചേർന്ന് നിന്ന് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ എല്ലാം നടത്തി കൊടുക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ കണ്ടത്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ പ്രേക്ഷിത പ്രവർത്തനങ്ങളും ആധ്യാത്മികമായിട്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുമ്പോഴാണ് ഈശോയും അമ്മയ്ക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ഒരു സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കുന്നത്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സംശയമില്ലാത്ത വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ആഗ്രഹിച്ച് ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. ഈശോയ്ക്കും അമ്മയ്ക്കും ഉചിതമായ സമയത്ത് നമുക്ക് മറുപടി നൽകാനായി നമുക്കും പ്രാർത്ഥിക്കാം. ഈശോയും അമ്മയും കനിഞ്ഞു നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കാം. പ്രത്യേകിച്ചും ഐശ്വര്യ SR എന്ന മകളുടെ ജീവിതത്തിൽ ഈശോയും അമ്മയും കനിഞ്ഞു നൽകിയ ഈ പുതിയ ജോലിക്കും ആ മകളുടെ ജീവിതത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കുമായി കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ അമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ പരിശുദ്ധമായ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാൻ എന്നെ കുടുംബത്തെ ഉയർത്തിയതിന് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് രാജി തോമസ്, ഇതെൻ്റെ ഭർത്താവ് സൈമൺ, ഇതെൻ്റെ മകൾ എലി. ഞങ്ങൾ വയനാട് കാപ്പൻകുല്ലിയിലാണ് വീട്. ഞങ്ങളിപ്പം വരുന്നത് കാനഡയിൽ നിന്നാണ്. 3 വർഷമായി കാനഡയിലായിട്ട്. ആദ്യമായി ഞങ്ങൾ 2020 കാനഡ PR വേണ്ടി അപ്ലൈ ചെയ്ത് കോവിഡ് സംഭവിച്ചത് കൊണ്ട് 1.5 വർഷത്തെ ഡിലേ ആയി ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്യാനും എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് കിട്ടാനും വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് വളരെ വിഷമിച്ച് ഞാൻ സങ്കടപ്പെട്ട് പ്രയാസപ്പെട്ട് ദുഃഖപ്പെട്ട് ഇരിക്കുന്ന സമയത്ത് കൃപാസനത്തിലെ അഖണ്ഡ ജപമാല കാണുവാനിടയാവുകയും അത് കണ്ട് വളരെയധികം സമാധാനവും സന്തോഷവും എന്തെന്നില്ലാത്തൊരു സമാധാനം എൻ്റെ ഉള്ളിൽ നിറയുകയും എനിക്ക് കൃപാസനം എന്താണെന്ന് അറിയണമെന്നും ഉടനെ തന്നെ ഇവിടെ എത്തണമെന്നും എനിക്ക് തീവ്രമായി തോന്നുകയും ഞാൻ അതിന് പ്രകാരം ഇവിടെ കാര്യങ്ങളെല്ലാം സെർച്ച് ചെയ്തു. ഓൺലൈനിൽ ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി നവംബർ 2021 ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുക്കുകയും ചെയ്തു. അതിന് ഫലമായി പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മാധ്യസ്ഥത്താൽ ഞങ്ങൾക്ക് റീമെഡിക്കൽ റിക്വസ്റ്റ് വരികയും PPR എന്ന് പറയുന്ന കൺഫർമേഷൻ ലെറ്റർ ഫോർ PR COPR എല്ലാം ഞങ്ങൾക്ക് ജാനുവരി 2022 വരികയും അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥത്താൽ ഞങ്ങളുടെ കുടുംബത്തെ അമ്മയുടെ സാക്ഷിയാക്കി ഉയർത്തുകയും ചെയ്തു. അതിന് അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. പിന്നീട് ഞാൻ മാർച്ച് 26, 2022 ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. അതിൽ പ്രധാനമായും വെച്ചിരുന്ന ഒരു നിയോഗം ഞങ്ങൾക്ക് അവിടെ ചെന്ന് ആർക്കെങ്കിലും ഒരാൾക്ക് സർവൈവൽ ജോബ് ചെയ്യേണ്ട അവസ്ഥ വരാതെ
സെയിം ഫീൽഡിൽ നല്ലൊരു കമ്പനിയിൽ ജോലി, ഞങ്ങൾ IT ഫീൽഡാണ്, നല്ലൊരു കമ്പനിയിൽ ജോലി ഹസ്ബൻഡിന് ലഭിക്കണമെന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞങ്ങൾ നാട്ടിലായിരിക്കുമ്പോൾ തന്നെ ഒരു റെഫറൽ വഴിയായി ഒരു മാനേജർ ഹസ്ബൻഡിനെ വിളിക്കുകയും ഒരു ഓപ്പണിങ്ങിന് ചാൻസ് ഉണ്ടെന്ന് പറയുകയും ചെയ്തു. അതിൻ പ്രകാരം ഇവിടെ ലാൻഡ് ചെയ്തതിന് ശേഷം ഇങ്ങോട്ട് തന്നെ ഒരു ഓപ്പർച്യൂണിറ്റി വരികയും കോൺട്രാക്ട് ബേസിസിൽ ഒരു വർഷത്തേക്ക് കോൺട്രാക്റ്റ് എന്നുള്ള രീതിയിൽ ഒരു ജോബ് ഹസ്ബൻഡ് സൈമണിന് കിട്ടുകയും ചെയ്തു. ആ ഇൻ്റർവ്യൂ പോയ സമയത്തെല്ലാം ഉടമ്പടി തൈലം, ഉടമ്പടി ഉപ്പും നേർച്ച വസ്തുക്കളെല്ലാം ഉപയോഗിച്ച് പ്രത്യേകമായി അമ്മയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാണ് ഞങ്ങളിതെല്ലാം ചെയ്തത്. അതിന് ഫലമായി വളരെ ഈസി ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആയി. വളരെ വലിയൊരു MNC ആണ്, പക്ഷെ വളരെ ഈസി ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു ഹസ്ബൻഡിനുണ്ടായിരുന്നത്. ആ ഇൻ്റർവ്യൂവിൽ എങ്ങനെയാണ് മനസ്സിലേക്ക് ആൻസേഴ്സ് വന്നത് എന്ന് ഹസ്ബൻഡിന് പോലും അറിയാത്ത രീതിയിൽ അമ്മ ഗൈഡ് ചെയ്ത് ഇൻ്റർവ്യൂ പാസ്സാവുകയും വളരെ നിസ്സാരമായ ഒരു പുഷ്പം പറിക്കുന്നത് പോലെ വളരെ നിസ്സാരമായി ഞങ്ങൾക്ക് അത്രയും വലിയൊരു കമ്പനിയിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും നല്ലൊരു സാലറിയിൽ ജോബ് കിട്ടി. അതിനുശേഷം 4 മാസങ്ങൾക്ക് ശേഷം വലിയൊരു IT റിസഷൻ കാനഡയിൽ വന്നു. അതിനുശേഷം കോൺട്രാക്റ്റ് എൻഡ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് മാനേജറും HR പറഞ്ഞു. ആ സമയത്ത് വളരെ അത്ഭുതകരമായി അതേസമയം 3 പെർമനൻ്റ് എംപ്ലോയീസ് ആ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്യുകയും ആ ടീമിൽ നിന്ന് മാറിപ്പോവുകയും ചെയ്തതിൻ്റെ ഫലമായി ഹസ്ബൻഡിന് അവിടെ ഒരു പെർമനൻറ്റ് പൊസിഷൻ അമ്മ മാതാവ് തിരുക്കുമാരൻ വഴിയായി ഓപ്പൺ ആക്കി തരികയും അങ്ങനെ കോൺട്രാക്ട് പൊസിഷൻ എന്നുള്ളത് ഉയർത്തി പെർമനൻറ്റ് പൊസിഷനിലേക്ക് സൈമണ് മാറ്റം കിട്ടുകയും ചെയ്തു. അതിന് കോടാനുകോടി എത്ര നന്ദി പറഞ്ഞാലും അമ്മ മാതാവിനും തിരുക്കുമാരനും എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. കാരണം ഐസയ്യ 30:21 പ്രകാരം നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ പിന്നിൽ നിന്നൊരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക എന്ന് പറഞ്ഞ് ഗൈഡ് ചെയ്ത് അമ്മ മാതാവ് ഞങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിച്ചു ഈ കാലം അത്രയും. മൂന്നാമതായി ഞങ്ങൾ ആദ്യമായി കാനഡയിലേക്ക് പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് കണക്ഷൻ ഫ്ലൈറ്റ് ഫ്രം ഡൽഹി മിസ്സായി. അപ്പോൾ വളരെയധികം കോവിഡ് കാലത്തിന് ശേഷം വളരെയധികം എയർപോർട്ടെല്ലാം ഫുള്ളി പാക്ഡ് ആയിരുന്നു. ഒരു സീറ്റ് പോലും ക്യാൻസൽ ആവാൻ ഇല്ലാത്ത അവസ്ഥയിൽ പെട്ടെന്ന് എല്ലാ ലഗേജും കൊച്ചിനെയൊക്കെ ആയിട്ട് വളരെ കഷ്ടപ്പെട്ടു പോകും എന്നുള്ള അവസ്ഥയിലെത്തി. ഞാൻ ഉടനെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി. അപ്പോൾ പെട്ടെന്ന് ആ കൗണ്ടറിലിരുന്ന ഒരു ക്രൂ മാറി വേറൊരു വളരെ സൗന്ദര്യമുള്ളൊരു സന്തോഷത്തോടെ പുഞ്ചിരിയോടെ ഒരു ലേഡി ആ കൗണ്ടറിലേക്ക് വരികയും എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് ഞങ്ങളോട് മാത്രമായി ചോദിക്കുകയും ഉടനെ തന്നെ സിസ്റ്റത്തിൽ നോക്കി 2 hours ശേഷം മോൺട്രിയാലിലേക്ക് ഒരു ഫ്ലൈറ്റ് ഉണ്ട്, ആ ഫ്ലൈറ്റിൽ അഡ്ജസ്റ്റൻ്റ് ആയിട്ട് അടുപ്പിച്ച് 3 സീറ്റ്സ് ഉണ്ട് എന്ന് പറയുകയും ചെയ്തു. അത് ഓക്കെ ആണോ എന്ന് ചോദിച്ചു. അപ്പം ഞങ്ങൾക്കും ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ വളരെ അത്ഭുതകരമായി ഞങ്ങളെ വളരെ പ്രയാസം ആകാവുന്ന സാഹചര്യത്തിൽ നിന്ന് അമ്മ മാതാവ് ഞങ്ങളെ കരം പിടിച്ച് ഞങ്ങളെ അമ്മയുടെ നീലക്കാപ്പിൽ പൊതിഞ്ഞ് കാത്ത് സംരക്ഷിച്ചു. കൂടാതെ ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇമിഗ്രൻസ് ഫസ്റ്റ് ടൈം ചെല്ലുമ്പോൾ അറിയാം റെൻ്റൽസ് കിട്ടാൻ ഭയങ്കര പാടാണ്, താമസ സൗകര്യം കിട്ടാൻ. പക്ഷെ ഞങ്ങൾക്ക് നല്ലൊരു ഏരിയയിൽ തന്നെ ജോബ് ഉള്ള കമ്പനീൻ്റെ സ്ഥലത്തിൻ്റെ അടുത്ത് തന്നെ നല്ലൊരു സ്കൂൾ, നല്ല റേറ്റിംഗുള്ള സ്കൂളിൽ കുഞ്ഞിന് അഡ്മിഷൻ കിട്ടണമെന്ന് ഞാൻ നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ സ്കൂൾ സോണിൽ തന്നെ ഒരു ഭവനം ലഭിക്കുകയും നല്ല കാത്തലിക് സ്കൂളിൽ തന്നെ എലേനെ വിടാനുള്ള സാഹചര്യം ഞങ്ങൾക്ക് അമ്മ മാതാവ് തിരുക്കുമാരൻ വഴിയായി അത്ഭുതകരമായി ചെയ്തു തരികയും ചെയ്തു. കൂടാതെ എനിക്ക് 1 വർഷത്തേക്കുള്ള ഒരു കോൺട്രാക്റ്റ് ജോബ് കാനഡയിൽ ലഭിക്കുകയും എനിക്ക് കനേഡിയൻ എക്സ്പീരിയൻസ് കിട്ടാനുള്ള ഭയങ്കര പാടാണ്. പക്ഷേ എനിക്ക് അമ്മ മാതാവിൻ്റെ കാരുണ്യാൽ എനിക്ക് കനേഡിയൻ എക്സ്പീരിയൻസ് ലഭിക്കാനുള്ള കൃപ അമ്മ തന്നു. കൂടാതെ ഈ സാക്ഷ്യങ്ങളിൽ പറയാത്ത വളരെയധികം അനുഗ്രഹങ്ങളും കൃപകളും രോഗസൗഖ്യങ്ങളും എൻ്റെ മാതാപിതാക്കൾക്കും എൻ്റെ കുടുംബാംഗങ്ങൾക്കും അനുദിന ജീവിതത്തിൽ അമ്മ ഞങ്ങളെ വഴി നടത്തി കൂടെ കൊണ്ട് നടക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും സ്മൂത്തായി ഞങ്ങളുടെ നടന്ന് മുന്നോട്ട് പോകുന്നതായി ഞങ്ങൾ ശരിക്കും അനുഭവിച്ചറിയുകയും ചെയ്തു. ഈ 3 വർഷത്തെ കാനഡയിലെ ജീവിതത്തിൽ ഒരു വളരെ പ്രയാസത്തിലൂടെ കടന്നു പോകാവുന്ന പല സിറ്റുവേഷൻസിൽ നിന്നും ചെറുതും വലുതുമായ അനേകം കാര്യങ്ങളിൽ നിന്നും
അമ്മ ഞങ്ങളെ വളരെയധികം അമ്മയെ ചേർത്ത് പിടിച്ച് ഞങ്ങളെ ശരിക്കും പെയിനോ അല്ലെങ്കിൽ ഡിഫിക്കൽട്ടീസോ അധികം ഫീൽ ആവാത്ത രീതിയിൽ അമ്മയുടെ സാന്ത്വനവും അമ്മയുടെ സ്നേഹവും സാമീപ്യവും ഞങ്ങൾക്ക് നിരന്തരം അനുഭവിക്കാനുള്ള കൃപ ഉടമ്പടി വഴിയായി അമ്മ മാതാവ് ഞങ്ങൾക്ക് തന്നു. ഞങ്ങൾക്ക് എന്ത് രോഗം അവിടെ വന്നാലും ഉടനെ തന്നെ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും അസുഖം ഹോസ്പിറ്റലിലോ എമർജൻസിയിലോ ഒന്നും പോകേണ്ട ഒരു സാഹചര്യം അമ്മ ഉണ്ടാക്കാതെ എല്ലാ കാര്യങ്ങളിലും അമ്മ ഞങ്ങളെ വഴി നടത്തി. കൂടാതെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തത്, ഞാൻ 2022 ഉടമ്പടി എടുത്ത് ഉടനെ ബാംഗ്ലൂരിൽ പോയി അവിടെ മലയാളം പത്രം കൊണ്ടുപോയി മലയാളം പള്ളികളിൽ കൊടുത്തു. കൂടാതെ കാനഡയിൽ ചെന്ന് ഞാൻ ഇവിടുന്ന് കൊറിയർ അയപ്പിച്ചു. എൻ്റെ മാതാപിതാക്കളും എൻ്റെ ബന്ധുക്കളും വഴിയായി ഇംഗ്ലീഷ് ആൻഡ് ഫ്രഞ്ച് ന്യൂസ് ലെറ്റേഴ്സ് ഞാൻ കൊറിയർ അയച്ചു. അത് അവിടെയുള്ള ഫ്രഞ്ച് ആൾക്കാർക്കും എനിക്ക് ഫ്രഞ്ച് അറിയില്ല, പക്ഷെ ഞാൻ ട്രാൻസ്ലേഷൻ യൂസ് ചെയ്ത് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി. അവരെല്ലാവരും വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും ചെയ്തു. കൂടാതെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ലീജിയൻ ഓഫ് മേരി എന്ന് പറയുന്ന സംഘടനയിലെ ഭാഗമായി അവിടുത്തെ ഇംഗ്ലീഷ് പാരിഷിൽ അതിന് ഭാഗമായി ഞങ്ങൾ റിട്ടയർമെൻറ്റ് ഹോംസ് എല്ലാം വിസിറ്റ് ചെയ്യും, നഴ്സിംഗ് ഹോംസ്, കെയർ ഹോംസ് വിസിറ്റ് ചെയ്യും. അവരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുകയും അവരുടെ കൂടെ കൊന്ത ചെല്ലും, അവരുടെ കൂടെ ലിറ്റർജി ഓഫ് വേർഡ് വചനം വായിക്കുകയും റോസറി ചെല്ലുകയും അവരുടെ സംസാരിച്ച് സമയം സ്പെൻഡ് ചെയ്യുകയും ചെയ്യും. എൻ്റെ മകൾ എലീനാണെങ്കിലും എല്ലാവരോടും അമ്മ മാതാവിനെ പറ്റി അവൾക്ക് പറ്റാവുന്ന പോലെയൊക്കെ അവിടെ ചെന്ന് ആൾക്കാരോടൊക്കെ അമ്മയുടെ സാക്ഷ്യം പറയും. അമ്മയുടെ വലിയൊരു പ്രത്യക്ഷീകരണ സ്ഥലം ഇവിടെയുണ്ട് എന്ന് അവൾ പറയുകയും അമ്മയുടെ കൃപയിൽ അമ്മ അവളെ കൊണ്ട് നടക്കുകയും ചെയ്യുന്നു. ആത്മീയമായിട്ടും ഞങ്ങൾക്ക് വളരെയധികം ദൈവത്തോട് അടുക്കുവാനും ആവശ്യമില്ലാത്ത സിനിമകൾ കാണാതെ വേറെ കാര്യങ്ങൾക്കൊന്നും സമയം വേസ്റ്റായിട്ട് സ്പെൻഡ് ചെയ്യാതെ ആത്മീയ വിശുദ്ധീകരണ നടപടികളിലൂടെ കൂടുതൽ പ്രാർത്ഥിക്കുവാനും ദൈവത്തെപ്പറ്റി കൂടുതൽ സംസാരിക്കുവാനും ഉള്ള ഒരു ആത്മീയ വിശുദ്ധീകരണവും വിശുദ്ധിയിൽ ജീവിക്കാനുള്ള ഒരു ശക്തിയും അമ്മയുടെ മാധ്യസ്ഥത്താൽ ഈ ഉടമ്പടി വഴിയായി എനിക്കും എൻ്റെ കുടുംബത്തിനും ലഭിച്ചു. അമ്മയ്ക്കും തിരുക്കുമാരനും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കി ഞങ്ങളെ ഉയർത്തതിന് കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് 43-ാം അധ്യായം 14-ാം തിരുവചനം. നിങ്ങളുടെ രക്ഷകനും ഇസ്രായേലിൻ്റെ പരിശുദ്ധനുമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ബാബിലോണിലേക്ക് ആളയക്കുകയും എല്ലാ പ്രതിബന്ധങ്ങളും തകർക്കുകയും ചെയ്യും. നമ്മുടെ എല്ലാ പ്രതിബന്ധങ്ങളും തകർക്കുന്നവനാണ് ദൈവം. കാരണം നാം ഉടമ്പടിയിലാണ്. ഇവിടെ രാജിയും ജീവിത പങ്കാളിയും ചേർന്നുള്ള ഒരു വലിയ സാക്ഷ്യമാണ് അവർ ഏറ്റുപറഞ്ഞത്. അവരുടെ കാനഡയിലേക്ക് പോകാനുള്ള കാനഡയിലുള്ള PR ലഭിക്കാൻ അവർക്ക് ബുദ്ധിമുട്ട് വന്നപ്പോൾ ഈ മകൾ ഓൺലൈനായി ഉടമ്പടി എടുത്ത് ഉടനെ തന്നെ അവർക്ക് കാനഡ അവരുടെ റെസിഡൻസ് വളരെ കൃത്യമായ PR ലഭിച്ചു എന്ന് ഈശോ തന്നെ അവരെ നേരിട്ട് ഇടപെട്ട് അവർക്ക് PR നൽകി എന്ന് സാക്ഷ്യപ്പെടുത്തുകയായിരുന്നു. നമുക്കറിയാം, ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നാമല്ല, അതിനുള്ള എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കുന്നത് പരിശുദ്ധ അമ്മയാണ്. പരിശുദ്ധ അമ്മയാണ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി സമയച്ചുരുക്കത്തിൽ അമ്മ നമുക്ക് നേടിത്തരുന്നത് ഈശോയിൽ നിന്ന്. ഇതിൻ്റെ ഒരു സാക്ഷ്യമാണ് രാജിയുടെ പങ്കുവച്ചത്. അവർക്ക് അവിടെ ചെന്നിട്ടുണ്ടായ എല്ലാ ബുദ്ധിമുട്ടുകളെയും തരണം ചെയ്യാൻ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അവരെ സഹായിക്കുകയായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡിനൊരു നല്ല ജോലി നൽകി, അതും പരിശുദ്ധ അമ്മ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കൊടുത്ത് അവരുടെ എല്ലാ ഇൻ്റർവ്യൂസ് എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മ തന്നെ നേരിട്ട് ഇടപെട്ടുകൊണ്ടാണ് അവരുടെ ജീവിതത്തെ അവിടെ വളരെ ആയാസകരമാക്കി തീർത്തതെന്ന് ഏറ്റുപറയുന്നു. അവർക്ക് അവിടെ ഒരു നല്ല വീട് വേണമായിരുന്നു, ഡ്രൈവിംഗ് ലൈസൻസ് വേണമായിരുന്നു, അതുപോലെ തന്നെ കാറ് വേണമായിരുന്നു, മകൾക്ക് അവിടെ സ്കൂളിൽ അഡ്മിഷൻ വേണമായിരുന്നു. ഇതെല്ലാം അവർ പരിശുദ്ധ അമ്മയെ ഉടമ്പടിയിലൂടെ ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ എല്ലാം കൃത്യസമയത്ത് അവരെ തൊട്ട് അനുഗ്രഹിച്ച ഒരു വലിയ സാക്ഷ്യമാണിത്. നമുക്ക് മനസ്സിലാക്കാവുന്നത് ഈ കുടുംബം വളരെ കൃത്യമായി കാരുണ്യപ്രവൃത്തികൾ ചെയ്യുകയും ഈശോയെക്കുറിച്ച് സംസാരിക്കുകയും ഇവരുടെ എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാം അല്ലെങ്കിൽ ഇവരുടെ സംസാര രീതികൾ എല്ലാം ഇന്ന് ഈശോയിലേക്കുള്ള ഒരു വലിയ ഫോക്കസാണ്.
ഒരു തലമുറയെ വാർത്തെടുക്കുന്നത് കൂടിയാണ് ഈ സാക്ഷ്യം. കാരണം മകൾ കൂടെയുള്ളപ്പോൾ മകൾ ഇനി ഉടമ്പടിയെ, ഇതൊരു കൈമാറ്റം, വിശ്വാസ കൈമാറ്റം എന്ന് പറയുന്നത് നമ്മുടെ ട്രഡീഷൻ കൈമാറുന്നത് പോലെ, നമ്മുടെ സമ്പത്ത് കൈമാറുന്നത് പോലെ മകൾക്ക് നൽകിയിരിക്കുന്നത് ഇപ്പോൾ ഉടമ്പടിയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അനാവശ്യമായ സംസാരങ്ങളോ അത്യാവശ്യമില്ലാത്ത സിനിമകളോ ഒന്നും തന്നെ അവരുടെ ജീവിതത്തിലേക്ക് ഇപ്പോൾ കടന്നു വരുന്നില്ല. കാരണം അവർ ഉടമ്പടിയിലാണ്. വലിയൊരു ഓർമ്മപ്പെടുത്തലാണ് നമ്മുടെ യുവാക്കളെയും ദമ്പതികളെയും കുടുംബജീവിതത്തെയും എല്ലാം ഇന്ന് രാജി നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നമുക്കൊരു സുവിശേഷ ഭാഗം എന്നെ ഓർമ്മിപ്പിക്കുന്നത് ഇതാണ്. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ അവിടെ നിന്ന് എമ്മാവൂസിൽ എത്തേണ്ട സ്ഥലം എത്തിയപ്പോൾ പെട്ടെന്ന് ഈശോ അപ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, അവൻ നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, വചനങ്ങൾ നമ്മോട് വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ എന്ന്. ഉടമ്പടിയിലായിരിക്കുന്നവരുടെ എല്ലാം ഹൃദയങ്ങൾ സ്വയം ജ്വലിക്കുകയും മറ്റുള്ളവരെ ജ്വലിപ്പിക്കുവാൻ സാധിക്കുന്നത് അതൊരു പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. രാജിക്കും കുടുംബത്തിനും ലഭിച്ച വലിയ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും അഭിഷേകത്തിനും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ജോഷ്വ. ഞാൻ ആലപ്പുഴ തത്തമ്പള്ളിയിൽ നിന്നാണ് വരുന്നത്. എനിക്കങ്ങനെ കൃപാസനൊന്നും അങ്ങനെ വലിയ വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. ഞാനൊരു വിശ്വാസിയായിരുന്നു, എന്നാൽ എനിക്ക് മാതാവിനോടും വിശ്വാസം ഉണ്ടായിരുന്നു. കൃപാസനത്തിനോട് അങ്ങനെ പ്രത്യേകിച്ചൊരു വിശ്വാസം ഇല്ലായിരുന്നു. എൻ്റെ അമ്മ ഭയങ്കര ഉടമ്പടി എടുക്കുകയും കൃപാസനത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലോടും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ആളായിരുന്നു. അമ്മയും ചേട്ടനും എൻ്റെ വല്യമ്മയും എല്ലാം അങ്ങനെ പോയിക്കൊണ്ടിരുന്നതായിരുന്നു. എന്നാൽ എൻ്റെ അമ്മ എന്നോട് ഒരുപാട് കാര്യം ഇതും പറഞ്ഞ് നിർബന്ധിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കതിനോട് അങ്ങനെ താല്പര്യമില്ലായിരുന്നു. കൃപാസനത്തിൽ വന്ന് പ്രത്യേകം ഒരു പ്രാർത്ഥന അങ്ങനെ ഒരു താല്പര്യമില്ലായിരുന്നു. ഞാൻ ഒരു ജർമ്മൻ പഠിച്ചുകൊണ്ടിരുന്ന സ്റ്റുഡൻ്റ് ആയിരുന്നു. ഞാൻ 2024 അവിടെ തൊട്ടാണ് എൻ്റെ മാതാവ് അനുഗ്രഹിച്ച് തുടങ്ങിയത്. 2024 B2 എക്സാം എനിക്ക് ഒരു ടൈലും കൂടെ കിട്ടാനുണ്ടായിരുന്നു. B2 സ്പീക്കിംഗ് കൂടെ കിട്ടാനുണ്ടായിരുന്നു. അപ്പം ഞാൻ തിരുവനന്തപുരത്താണ് എക്സാം എഴുതാൻ പോയത്. ഞാൻ എക്സാമിനായിട്ട് വെൽ പ്രിപ്പയർഡ് ആയിരുന്നു. 45 അധികം ടോപ്പിക്കും പഠിച്ച് എന്ത് വന്നാലും പാസ്സാകും എന്നുള്ള രീതിയിലാണ് ഞാൻ പോയത്. അവിടെ ചെന്ന് എക്സാം എഴുതാൻ പോയപ്പം ഞാൻ എനിക്ക് കിട്ടിയ ടോപ്പിക്ക്, ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് അങ്ങനെ ഒരു ടോപ്പിക്ക് കാണുന്നത് തന്നെ. ഞാൻ ആകപ്പാടെ പേടിച്ച്, അത്രയും നേരത്തെ എൻ്റെ ഉണ്ടായിരുന്ന എല്ലാ കോൺഫിഡൻറ്റും ഒറ്റ മിനിറ്റിൽ എൻ്റെ ഇല്ലാണ്ടായിപ്പോയി. അപ്പം ഞാൻ എൻ്റെ പോക്കറ്റിൽ കൈയിട്ട് നോക്കിയപ്പോഴാണ് എൻ്റെ അമ്മ എൻ്റെ പോക്കറ്റിലൊരു കൃപാസനത്ത് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ഉപ്പ് കൈ പിടിച്ച് ഇരുന്ന് എൻ്റെ മനസ്സിൽ അപ്പം തോന്നിയ ഓരോ പോയിൻ്റ് ഞാൻ പേപ്പറിൽ എഴുതാൻ തുടങ്ങി. അപ്പോൾ അങ്ങോട്ട് കയറുമ്പോൾ തന്നെ എല്ലാവരും പറയുന്നുണ്ട്, എക്സാമിനേഴ്സൊക്കെ അത്യാവശ്യം ഭയങ്കര ടഫാണ്, അവർ നമ്മളോടങ്ങനെ എല്ലാവരും സീരിയസ് ആയിട്ട് തന്നെ നിൽക്കുന്ന, അവർ നമ്മളങ്ങനെ ജയിപ്പിച്ച് വിടാൻ ചാൻസ് കുറവാണ്, എല്ലാ പേടിയും എൻ്റെ കയ്യിലുണ്ട്. എനിക്ക് പിന്നെ അവിടെ കണ്ടത് അവർ വന്ന് എൻ്റെ പേര് വിളിച്ച് എന്നെ കൈ പിടിച്ച് എന്നെ അവിടെ കൊണ്ടുപോയി എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്. ഞാൻ എന്താ പറഞ്ഞതെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. അവിടെ ഞാൻ എൻ്റെ മനസ്സിൽ വന്നതെല്ലാം അവിടെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ എക്സാം എഴുതി പുറത്തിറങ്ങി കഴിഞ്ഞോടെ ഞാൻ അമ്മേനെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ എക്സാം ഞാൻ എന്തായാലും പാസ്സാകുമെന്ന് പറഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞ് അപ്പോഴും ഞാൻ ആ ഒരു 2-3 ദിവസം എനിക്ക് കൃപാസനം അങ്ങനെയൊക്കെ ഉള്ളായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ഏജൻസി എന്നെ കോൺടാക്ട് ചെയ്തു, നിനക്ക് അപ്പം പിന്നെ 2 മാസം കഴിഞ്ഞപ്പോൾ 1.5 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ റിസൾട്ട് വന്നു, ഞാൻ പാസ്സായി. അപ്പം പിന്നെ ആ വർഷം തന്നെ സെപ്റ്റംബർ ഇൻടേക്ക് ജർമ്മനിക്ക് പോകാൻ വേണ്ടി ഒരു ഏജൻസി എന്നെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ ഞാൻ അവർ ത്രൂ എല്ലാം എൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം അവർക്ക് സബ്മിറ്റ് ചെയ്തു. അവർ ത്രൂ ഞാൻ പോകാൻ വേണ്ടി നോക്കി. പക്ഷേ ആ 2 മാസം ഉള്ളതുകൊണ്ട് എനിക്ക് പോകാൻ സാധിച്ചില്ല. അത് കഴിഞ്ഞപ്പോൾ അവർ തന്നെ എന്നോട് പറഞ്ഞു, എന്നാൽ മാർച്ച് ഇൻടേക്കിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ വഴി ഞാൻ പോകാൻ തീരുമാനിച്ചു. അപ്പോൾ എന്നോട് അമ്മ പറഞ്ഞു, എന്തായാലും നീ പോകുക, നീ ഉടമ്പടി എടുക്കാൻ എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ ജനുവരി 2-ാം തീയതി 2025 ഈ വർഷം ജനുവരി 2-ാം തീയതി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് ആദ്യത്തെ ആ ജനുവരി മാസം എല്ലാം ഞാൻ അടിപൊളിയായിട്ട് പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് സഹായങ്ങളും ചെയ്ത് പോകുമായിരുന്നു. എനിക്ക് അവിടെ നിന്ന് ഇൻ്റർവ്യൂ വന്നു. ഞാൻ ആ ഇൻ്റർവ്യൂ പാസ്സായി. അത് കഴിഞ്ഞപ്പം എൻ്റെ മനസ്സിലൊരു തോന്നലാണ്, ഇവർ വഴി പോകണ്ട എന്നൊരു തോന്നൽ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. അതുവരെ ഞാൻ കണ്ടുപിടിച്ച ഒരു ഏജൻസി, ഞാൻ തന്നെ പോയ ഒരു ഏജൻസി, എല്ലാം ഞാൻ തന്നെ കണ്ടുപിടിച്ചതാണ്. പക്ഷേ എനിക്ക് അവർ വഴി പോകണ്ടെന്നൊരു തോന്നല പെട്ടെന്നൊരു മൊമെൻറ്റിൽ എൻ്റെ മൈൻഡിൽ വന്നു. ഞാൻ അവർ വഴി പോകണ്ടെന്ന് തീരുമാനിച്ചു. ഞാൻ എൻ്റെ വീട്ടിലും പറഞ്ഞു. വീട്ടുകാരൊക്കെ ആദ്യം എതിർപ്പായിരുന്നു, എന്താ ഇങ്ങനെയെന്ന് ചോദിച്ചു. ഞാൻ പിന്നെ എൻ്റെ മനസ്സിലിങ്ങനെ തോന്നൽ വന്നു. എൻ്റെ മൈൻഡിൽ എന്താ തോന്നുന്നത് ഞാൻ ചെയ്യാൻ തീരുമാനിച്ചു. ഞാൻ പോകണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ അറിയുന്നത് ആ ഏജൻസി വഴി കയറിപ്പോയ 2 പിള്ളേരെ ജർമ്മനിയിൽ നിന്ന് ഡീപ്പോർട്ടാക്കി വിട്ടെന്ന് അറിഞ്ഞത്. കയറിപ്പോകാഞ്ഞതിൽ 1000 നന്ദി ഞാൻ അമ്മമാതാവിനോട് പറയുകയാണ്. അത് കഴിഞ്ഞപ്പം എനിക്ക് പിന്നെ ഉള്ളത് സെപ്റ്റംബർ ഇൻടേക്ക് ഓപ്ഷനാണ്. ഞാൻ സെപ്റ്റംബർ ഇൻടേക്ക് ഓപ്ഷനാണ്. അപ്പം എനിക്ക് എന്താ പറയുക, കുറേയൊക്കെ ആയി കഴിയുമ്പോൾ എൻ്റെ ഈ ഉടമ്പടിയോടുള്ള ഇതെല്ലാം പോയി തുടങ്ങി. അപ്പോൾ പിന്നെ ഞാൻ സെപ്റ്റംബർ ഇൻടേക്ക് ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിലൊരു മാമിന് പരിചയമുള്ള ഒരാൾ വഴി പോകാൻ തീരുമാനിച്ചു.
അവരും എല്ലാം നടത്തി അവസാനമായപ്പോൾ അവർ പറഞ്ഞു പോകാൻ പറ്റുന്നില്ല, ഇപ്പോൾ വിസ കിട്ടുന്നതിൽ ഡിലേ ആണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ എല്ലാം തീർന്നു. എൻ്റെ വിശ്വാസമല്ല, എൻ്റെ പ്രതീക്ഷ എല്ലാം തീർന്നു. ഞാൻ അമ്മയോട് അതുവരെ ഞാൻ അമ്മയോട് കൃപാസനത്തിൽ പോകാം, അല്ലാതെ ഇങ്ങനെ ഉടമ്പടി എടുത്ത് കഴിഞ്ഞാൽ വല്ലപ്പോഴും അമ്മ നിർബന്ധിച്ചാൽ മാത്രം കൃപാസനത്തിൽ വന്നുകൊണ്ടിരുന്നത്. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ നമുക്കൊന്ന് കൃപാസനത്തിൽ പോകണം, എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു അമ്മ എന്നെയും വിളിച്ചുകൊണ്ട് വന്നു. ഞാനും അമ്മയും കൂടെ ഇവിടെ 1-2 മണിക്കൂർ ഇവിടെ നിന്ന് കരഞ്ഞ് ഞാൻ വീട്ടിലോട്ട് പോകുമായിരുന്നു. അത് കഴിഞ്ഞപ്പം അമ്മ പറഞ്ഞു ഞങ്ങൾ വേറൊരു ഏജൻസി കൊടുത്തിട്ടുണ്ട്, ഞാൻ വേറൊരു ഏജൻസി കൊടുത്തു. അപ്പം അവർ വലിയ പ്രതീക്ഷയൊന്നും തരുന്നില്ല, അവർ ഇപ്പം ഡിലേ ആയി, ഇനി പോകാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ എക്സാം പാസ്സായിട്ട് 1 വർഷത്തോളം ആകാറായി. അപ്പോൾ അവർക്കും വലിയ ആ ചൂടൊക്കെ പോയി, കൊണ്ടുപോകാമെന്നുള്ളതൊക്കെ മാറി. അത് കഴിഞ്ഞപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ നമുക്കൊന്ന് ജോസഫ് അച്ഛൻ്റെ ബ്ലസ് മേടിക്കാനായിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു എന്നാൽ പോകാം. ഞാനും അമ്മയും കൂടെ രാവിലെ ഇവിടെ ഒരു 9 മണി 8 മണി ആ ടൈമിൽ ഇവിടെ വന്നു. ഞങ്ങൾ ക്യൂ ഒക്കെ നിന്നു. ഞാൻ ഓഫീസിൻ്റെ അകം വരെ കയറി. അപ്പോൾ അവർ പറഞ്ഞു കാണാൻ പറ്റത്തില്ല, എന്തോ പ്രോസസ്സിങ്ങിൻ്റെ എന്തെങ്കിലും പേപ്പർ ഉണ്ടെങ്കിലേ കാണാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ ഏജൻസിനെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ല, നിൻ്റെ കാര്യം ഡിലേ ആയിട്ട് കിടക്കുക, അങ്ങനെയൊന്നും കിട്ടത്തില്ലെന്ന് പറഞ്ഞു. അപ്പം പിന്നെയും ഞാൻ ഡൗൺ ആവുമായിരുന്നു. അത് കഴിഞ്ഞപ്പം നേരെ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ നമ്മൾ ഇവിടം വരെ വന്നില്ലേ, അപ്പോൾ ഇവിടെ ഒരു ബ്ലെസ്സിങ് റൂമില്ലേ, അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എന്നോട് പറഞ്ഞു എന്നാൽ അച്ഛൻ്റെ ബ്ലസ് മേടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അച്ഛനോട് പോയി ഇങ്ങനെ എൻ്റെ കാര്യങ്ങളെല്ലാം, ഞാൻ അച്ഛൻ്റെ മുമ്പിൽ നിന്ന് കരയുമായിരുന്നു. ഞാൻ അച്ഛനോട് എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അച്ഛൻ പറഞ്ഞു നീ പേടിക്കണ്ട, നീ ഈ വർഷം തന്നെ ജർമ്മനിക്ക് പോകുമെന്ന് ഞാൻ നിന്നോട് പറയുന്നെന്ന് പറഞ്ഞു. ഞാൻ അത് കഴിഞ്ഞ് പോയി, ഞാനും അമ്മയും കൂടെ ഇവിടെ ഞങ്ങൾക്കൊരു 15 മിനിറ്റ് മതി ഞങ്ങളുടെ വീട്ടിലോട്ട് പോകാൻ. സ്കൂട്ടറിന് വന്നു കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ് കൊണ്ട് ഞങ്ങൾക്ക് വീട്ടിലോട്ട് പോകാം. ഞങ്ങൾ വീട്ടിലോട്ട് എത്തുന്നതിന് ഒരു 5-10 മിനിറ്റ് മുമ്പ് എൻ്റെ ഫോണിലൊരു മെസ്സേജ് ആദ്യം വന്ന മെസ്സേജ് എടുത്ത് നോക്കുമ്പം ഞാൻ പണ്ടെപ്പോഴോ ഒരു അച്ഛനെ വിളിച്ച് ജർമ്മനിയിലോട്ട് പോകുന്ന കാര്യത്തിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞു അച്ഛനിപ്പോൾ ടൈമില്ല, ഡിലേ ആണ്, എല്ലാം അവിടെ ഇപ്പോൾ ആൾക്കാരെല്ലാം കൂടുതലാണ്, അങ്ങനെ കൊണ്ടുപോകുന്നില്ലെന്ന് അച്ഛൻ പറഞ്ഞു. അപ്പം അച്ഛൻ്റെ മെസ്സേജാണ്, അച്ഛൻ കൊണ്ടുപോകാം. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛനെ വിളിച്ചു. അച്ഛൻ പറഞ്ഞു അച്ഛൻ കൊണ്ടുപോയിക്കോളാം, ഇനി ഒന്നുകൊണ്ടും പേടിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അച്ഛൻ്റെ മെസ്സേജ് വന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ എൻ്റെ ഉടമ്പടി വന്ന് പുതുക്കി അച്ഛൻ വഴി എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞു. ഇൻ്റർവ്യൂ പാസ്സായി. ഞാൻ അതിനപ്പം എൻ്റെ വിസയ്ക്ക് ഞാൻ വിസയ്ക്ക് ഇത് കൊടുത്തു. എല്ലാം അച്ഛൻ ഫാസ്റ്റായിട്ട് തന്നെ ചെയ്തു. മാതാവിൻ്റെ അടുത്ത് ആ ഒരു ടൈമിൽ ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ അമ്മയായിട്ട് ഇവിടെ വരുമായിരുന്നു. എല്ലാ ആഴ്ചയിലും ഞാൻ അമ്മയായിട്ട് ഇവിടെ വരുമായിരുന്നു. ഞാൻ വിസ കൊടുത്തു കഴിഞ്ഞ് കുറച്ച് ടൈം എടുത്തു. ഒരു 1.5 മാസം കഴിഞ്ഞ് എൻ്റെ വിസ കിട്ടിയത്. ആ സമയത്തൊക്കെ എനിക്ക് ടെൻഷനാണ്, എന്താണെന്ന് വെച്ചാൽ ഞാൻ 1 വർഷമായി ജർമ്മൻ പാസ്സായിട്ട്. പൊതുവേ എല്ലാവരുടെയും റിജക്ഷൻ വന്നുകൊണ്ടിരിക്കുക. വിസ ഇങ്ങനെ 1 വർഷം പാസ്സായതുകൊണ്ട് എല്ലാവർക്കും റിജക്ഷൻ വന്നുകൊണ്ടിരിക്കുക 1 ഇയർ കഴിഞ്ഞവർക്കൊക്കെ. അപ്പോൾ ഞാൻ പേടിച്ച് ഞാൻ വീട്ടിൽ ഈ കാര്യം പറയുന്നില്ല, ഈ 1 വർഷത്തിൻ്റെ ഗ്യാപ്പിൻ്റെ കാര്യം പറയുന്നില്ല. ഞാനപ്പോൾ ഇതെല്ലാം ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ കൊണ്ടു നടന്നുകൊണ്ടിരിക്കുക. അപ്പോഴും ഞാനിങ്ങനെ പേടിച്ച് നിൽക്കുക. വിസ റിജക്റ്റ് ആകും എന്നുള്ള എൻ്റെ മൈൻഡിൽ ഞാനിങ്ങനെ വെച്ചു. റിജക്ഷനായി ഇനി വരാൻ പോകുന്ന, ഇത്രയും സമയം എടുത്തു, റിജക്ഷൻ വെച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് മെയിൽ വന്ന് ഞാൻ പൊട്ടിച്ച് നോക്കുമ്പോഴും എനിക്ക് റിജക്ഷനാന്നുള്ളൊരിതിലാണ് ഞാൻ പൊട്ടിച്ച് നോക്കുമ്പോൾ അപ്രൂവായി. ഞാൻ എന്നിട്ട് അമ്മയോടത് പറഞ്ഞു. ഞാനും അമ്മയും കൂടെ നേരെ കൃപാസനത്തിലോട്ടാണ് വന്നത് വിസയും കൊണ്ട്. എന്നിട്ട് ഞാൻ ഈ കാര്യമൊന്നും ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ ജർമ്മനിക്ക് പോകുവാണെന്നൊന്നും ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ പോകുവാന്ന് പറഞ്ഞതൊന്നും നടന്നിട്ടില്ല. എനിക്ക് എല്ലാവരുടെയും മുമ്പ് ഞാനൊരു തോറ്റവനെ പോലായിരുന്നു. എന്താ പറയുക, എനിക്ക് എപ്പോഴും വിഷമമായിരുന്നു. ആൾക്കാർ നോക്കി ഒന്ന് ചിരിക്കാൻ വരെ എനിക്ക് മടിയായിരുന്നു. ഞാൻ അങ്ങനെ ആരോടും പറഞ്ഞില്ല. എൻ്റെ വീട്ടിലുള്ള എൻ്റെ 6 പേർക്കും, എൻ്റെ 3 എൻ്റെ ചേട്ടന്മാർക്കും, എൻ്റെ അച്ഛനമ്മ, എൻ്റെ വലിയമ്മ, ഇവർക്ക് മാത്രമേ അറിയത്തുള്ളൂ ഞാൻ ജർമ്മനിക്ക് പോവുക, റെഡി ആവുക, പ്രിപ്പയർ ആവുക എന്നൊന്നും എൻ്റെ വീട്ടുകാർക്കല്ലാതെ വേറെ ആർക്കും അറിയത്തില്ല. ഞാൻ ഈ മാസം 28-ാം തീയതി ജർമ്മനിക്ക് പോവുക. ഇവിടെ വന്ന് മാതാവിനോട് സാക്ഷ്യം പറഞ്ഞിട്ട് എല്ലാവരോടും പറയണമെന്ന് പറഞ്ഞാണ് ഞാൻ നിൽക്കുന്നത്. ഈ സാക്ഷ്യം കഴിഞ്ഞ് ഞാൻ ഇനി എല്ലാവരോടും പറയാനായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവുക. എല്ലാവരോടും പറയണം, വിളിച്ചു പറയണം. ഞാൻ ഒരുപാട് പരിഹാസം ഏറ്റുവാങ്ങിയിട്ടുണ്ട് എല്ലാവരുടെ മുമ്പിൽ. ഞാൻ ജർമ്മൻ പഠിച്ച് ഒരു 3 വർഷത്തോളം ഞാൻ വീട്ടിലിരിക്കുമായിരുന്നു. ജർമ്മനായിരുന്നു എൻ്റെ ആദ്യത്തെ നിയോഗം. ആ നിയോഗം എനിക്ക് നടത്തി കിട്ടി. രണ്ടാമത് ഞാൻ എഴുതിയത് എനിക്കൊരു സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങണമെന്നായിരുന്നു. ഞാൻ എൻ്റെ നിയോഗമായിട്ട് എഴുതി വെച്ച സ്റ്റാർട്ടപ്പായിരുന്നു. അത് എനിക്ക് ജനുവരി ഉടമ്പടി എടുത്തു. ഫെബ്രുവരി ഫസ്റ്റ് വീക്കിൽ തന്നെ ഞാൻ സ്വന്തമായിട്ടൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങി. എനിക്ക് സെൽഫായിട്ട് ഇൻകം ഏൺ ചെയ്യാൻ തുടങ്ങി ഞാൻ. അതോടെ അതായിരുന്നു എൻ്റെ 2ാമത്തെ നിയോഗം. ഞാൻ ചെയ്തിരിക്കുന്ന പ്രേക്ഷിത പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ പൈസ ഉള്ളപ്പോൾ ഞാൻ ആരോടും പറയത്തില്ല, വീട്ടുകാരോടും ഇതുവരെയായിട്ടും പറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ പൈസ കൊണ്ട് ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, എൻ്റെ ഈ പ്രായമുള്ളവർക്കൊന്നും വിശ്വാസമില്ല. പൊതുവേ എനിക്കും വിശ്വാസമില്ലായിരുന്നു കൃപാസനത്തിലൂടെ. എന്താ പറയുക, ഞാൻ എൻ്റെ കൂട്ടുകാരന്മാർക്കൊക്കെ പറഞ്ഞു കൊടുത്തു. ഇപ്പോൾ എൻ്റെ കൂട്ടുകാരന്മാരും എൻ്റെ കൂടെ കൃപാസനത്തിൽ വരുന്നുണ്ട് ചില ടൈമിലൊക്കെ. അവർക്കും വിശ്വാസമായി. ഓരോരുത്തരോടും ഞാനിങ്ങനെ പറയും. ഞാൻ കാണുന്നവരോടൊക്കെ പറയും, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടേ നിങ്ങളൊന്ന് കൃപാസനത്തിൽ ചെല്ല്, ഉടമ്പടി എടുക്ക്, നിങ്ങൾക്ക് അതിനുള്ള മാറ്റം കാണും. ഇനി ഞാൻ ഇതും കൂടെ പറഞ്ഞു കഴിയുമ്പോൾ എല്ലാവർക്കും ഇതിലും വലിയ വിശ്വാസമൊന്നും ഇല്ല. എല്ലാവരും
റിജക്റ്റ് ചെയ്ത ഒരാളായിരുന്നു ഞാൻ. ഞാനിപ്പോൾ പോവാ, ജർമ്മനിക്ക് പോവാ 28-ാം തീയതി രാവിലെ. ഞാൻ ജർമ്മനിക്ക് പോവാ 28-ാം തീയതി രാവിലെ. പിന്നെ എനിക്ക് ഈ പത്രമൊക്കെ കൊടുക്കാനൊക്കെ ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്തിട്ട് പത്രം മേടിക്കും, അമ്മയുടെ കൊടുക്കും, അമ്മ എവിടെയെങ്കിലും കൊണ്ട് കൊടുക്കും. അമ്മ എവിടെയെങ്കിലും, അമ്മ എല്ലാവർക്കും കൊണ്ട് കൊടുക്കും, എവിടെയെങ്കിലും അല്ല. അമ്മ ഭയങ്കര ഉടമ്പടി വിശ്വാസിയാണ്. അമ്മ ഇവിടെ എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അമ്മ ഇതെല്ലാവർക്കും കൊടുക്കുമായിരുന്നു. അത് കഴിഞ്ഞപ്പം പിന്നെന്താ, ഞാൻ ഈ രണ്ടാമത് അച്ഛൻ വിളിച്ചു കഴിഞ്ഞപ്പം അമ്മ പറഞ്ഞു, എടാ ഇത് നീ തന്നെ ചെയ്, നീ ഇത്രയും നാൾ ഇങ്ങനെ നടന്നു, ഇനി നീ തന്നെ ചെയ്. അങ്ങനെ ഞാൻ പത്രം കൊടുക്കാൻ തുടങ്ങി, ആൾക്കാരെ സഹായിക്കാൻ തുടങ്ങി. പള്ളി ഞാൻ പോകുമായിരുന്നു. ഞാൻ ദൈവവിശ്വാസിയാണ്. എനിക്ക് കൃപാസനത്തിനോട് താല്പര്യം ഇത് മാത്രമേ ഉള്ളായിരുന്നു. ഞാൻ പള്ളിയിൽ എല്ലാ ദിവസവും പോകും. ഞാൻ ഞങ്ങളുടെ ഇടവകയിലെ യുവദീപ്തി വൈസ് പ്രസിഡൻ്റൊക്കെയാണ്. ഞാൻ പള്ളിയിലൊക്കെ പോകുമായിരുന്നു. ഇപ്പോഴും എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകും. 1 മാസം കൂടുമ്പോൾ, 2 ആഴ്ച കൂടുമ്പോൾ എനിക്ക് കുമ്പസാരിക്കാൻ പറ്റില്ല. ഒരു മാസം കൂടുമ്പോൾ ഞാൻ 1 മാസം കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കുന്നതാണ്. അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുന്നു. ഇപ്പോഴാണ് എൻ്റെ മുഖത്ത് ഈ ചിരിയൊക്കെ വന്നത്. ഇത്രയും നാളും എൻ്റെ മുഖത്ത് ഈ ചിരിയൊന്നും ഇല്ലായിരുന്നു. ഇപ്പോഴാണ് എൻ്റെ മുഖത്ത് ഈ ചിരിയൊക്കെ വന്നത്. അതാണ് ഞാൻ ഈ ചിരിച്ചോട്ടൊക്കെ നിൽക്കുന്നത്. ഇത്രയും നാൾ ഞാൻ വിഷമിച്ച് നടക്കുന്ന ഒരാളായിരുന്നു. ഇപ്പോഴാണ് എൻ്റെ മുഖത്ത് ഈ ചിരിയൊക്കെ വന്നു തുടങ്ങിയത്. അമ്മ കാരണം. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 7-ാം വചനമാണ്. ചോദിക്കുന്ന ഏവർക്കും കിട്ടും, അന്വേഷിക്കുന്നവർ കണ്ടെത്തും, മുട്ടുന്നവർക്ക് തുറന്നു കൊടുക്കും. മനുഷ്യ മക്കളുടെ പ്രാർത്ഥന കേൾക്കുവാനായി കാതോർത്തിരിക്കുന്ന സ്നേഹനിധിയായ ഒരു ദൈവമാണ് നമ്മുടേത്. അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയും തക്ക സമയത്ത് അത് സാധിച്ചു തരികയും ചെയ്യുമെന്ന് നമുക്കറിയാം. നമ്മൾ ചോദിക്കുന്നതിന് മുൻപ് തന്നെ നമ്മളുടെ ആവശ്യങ്ങൾ നമ്മളുടെ പിതാവ് അറിയുന്നു. മകൻ ജോഷ്വ ജോസഫിൻ്റെ ഉടമ്പടി സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേട്ടത്. യുവതലമുറയിൽ ഉടമ്പടി ജീവിതത്തിൻ്റെ ഒരു വലിയ സാക്ഷ്യം. ഈ മകൻ പറഞ്ഞതുപോലെ ആദ്യമൊന്നും ഒരു വിശ്വാസമില്ലായിരുന്നു. കൃപാസനത്തെപ്പറ്റി കേട്ടു. പല കൊച്ചുമക്കളും കൃപാസനത്തിലേക്ക് കയറി വരുന്നത്, അമ്മയുടെ സന്നിധിയിൽ വരുന്നത് അമ്മ ഫോഴ്സ് ചെയ്തോ പറഞ്ഞോ വലിച്ചോ ഒക്കെ ആയിരിക്കാം കൊണ്ടുവരുന്നത്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞ് പരിശുദ്ധ അമ്മ കരം പിടിച്ചു കഴിയുമ്പോൾ അവരുടെ ജീവിതം തന്നെ അങ്ങ് മാറ്റിമറിയുകയാണ്. ഈ മകൻ ആദ്യമായി വന്നപ്പോൾ അധികം വിശ്വാസമൊന്നുമില്ലായിരുന്നു. അമ്മയുടെ വിശ്വാസത്തിലും അമ്മ പറഞ്ഞതും പ്രകാരമാണ് വന്നത്. പിന്നീട് ഓരോ പ്രാവശ്യം ഓരോ കാര്യത്തിനായി പോകുമ്പോഴും പരിശുദ്ധ അമ്മ ഈ മകൻ്റെ കരം പിടിച്ച് മുന്നോട്ട് നയിക്കുകയായിരുന്നു. പല കാര്യങ്ങൾക്കായി പോയപ്പോഴും ആദ്യമായി വെച്ച നിയോഗത്തിൽ സ്വന്തമായി ഒരു ജോലി സ്റ്റാർട്ടപ്പ് അത് പരിശുദ്ധ അമ്മ കൊടുത്തു. കുറച്ച് ഭൗതികമായിട്ടായിരുന്നു ആഗ്രഹം സാധിച്ചു. പിന്നീട് ഇതിൽ നിന്ന് കിട്ടിയ ഇൻകം ഉപയോഗിച്ച് ഈ മകൻ പല പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്തു എന്ന് എന്നോട് പറഞ്ഞിരുന്നു. പിന്നീട് വന്ന ഓരോ കാര്യങ്ങളിലും നമ്മൾ കേട്ടു ഈ മകൻ ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം അടുത്തറിഞ്ഞ സമയങ്ങൾ. പല പ്രാവശ്യം ഫെയിലിയർ ആയിരുന്നു. മുന്നോട്ട് പോവും, പിന്നെ പിന്നോട്ട് വലിയും, പിന്നെയും മുന്നോട്ട് പോവും, പിന്നെയും പിന്നോട്ട് വലിയും. പക്ഷേ ഈശോയും അമ്മയും ഈ മകൻ്റെ കൂടെ നിന്ന് മുന്നോട്ട് തന്നെ നയിക്കുന്നതായിട്ടാണ് ഉടമ്പടി ജീവിതത്തിൽ ഈ മകൻ്റെ കാര്യം ഷെയർ ചെയ്തത്. പിന്നീട് പറഞ്ഞത് ഇൻ്റർവ്യൂവും പല കാര്യങ്ങളും പോയി. പലയിടത്തും ഈ മകൻ്റെ ജീവിതത്തിൽ ഈശോയുടെ സാന്നിധ്യവും അമ്മയുടെ സാന്നിധ്യവും പല വഴിയിലും പല രീതികളിലാണ് വന്നത്. അവസാനമായിട്ട് ഇൻ്റർവ്യൂവിന് പോയി വേറൊരു അച്ഛൻ്റെ രീതിയിലാണ് ഈ മകനൊരു ജോലി തയ്യാറായത്. നമ്മൾ കാതോർത്തിരുന്നാൽ മതി. നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഈശോയ്ക്കും മാതാവിനും വിട്ടുകൊടുത്ത് വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുമ്പോൾ ഈശോയും അമ്മയും നമ്മുടെ ജീവിതത്തിൽ ഒരു വഴി കാണിച്ചു തരും. പുത്തൻ വഴികൾ നമ്മൾക്കായി അമ്മ ഒരുക്കി തന്ന വഴികളിലാണ്. ജീവിതത്തിലെ പ്രതിസന്ധികളിൽ ഒരു ആശ്വാസത്തിനായിട്ടാണ് നമ്മൾ പലപ്പോഴും കൃപാസനത്തിൽ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിലെത്തുന്നത്. പരിശുദ്ധ അമ്മയുടെ ജീവിത മാതൃക ഉൾക്കൊണ്ട് ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ഉടമ്പടി ജീവിതത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ നടക്കുന്നത്. നമുക്കും നമ്മുടെ ജീവിതത്തിൽ ഈശോയുടെ അമ്മയോടും ചേർന്ന് നിന്ന് ആത്മശുദ്ധീകരണത്തിനായും ഉടമ്പടി ജീവിതം വിശ്വസ്തയോടെ സത്യസന്ധതയോടെ നയിക്കുവാനുള്ള അനുഗ്രഹം നൽകണേ എന്ന് പ്രാർത്ഥിക്കാം. ഈ മകന് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും പ്രത്യേകിച്ചും ഒരു നല്ല ജോലി നൽകി മകന് ജർമ്മനിക്ക് പോവുകയാണ്. ജോഷ്വ ജോസഫിന് കുടുംബത്തിന് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും പ്രത്യേകിച്ചും അമ്മയും സഹോദരങ്ങളും എല്ലാവരും ഇപ്പോൾ കൃപാസനം ഉടമ്പടി ജീവിതത്തിലാണ്. ഈ കുടുംബം മുന്നോട്ടും
ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ട് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ മകന് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും, പ്രത്യേകിച്ചും ഈ മകൻ്റെ നിയോഗങ്ങളെല്ലാം കാര്യം സാധിച്ചു കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ഈശോയെ മഹത്വപ്പെടുത്താം. യേശുവെ നന്ദി.